video for... Hello everyone. Hi everyone. Welcome back to our YouTube live class. Okay, അപ്പോൾ എല്ലാവർക്കും സുഖാണോ? How are you all? All are fine I guess. അല്ലേ എല്ലാവരും ഓക്കെ നാളത്തെ എക്സാമിന് വേണ്ടി റെഡി ആയിരിക്കുകയാണല്ലേ ടീച്ചറെ? എല്ലാവരും സെറ്റ് അല്ലേ എക്സാം എഴുതാനായിട്ട്? മീൻസ് ഓൾമോസ്റ്റ് എല്ലാ റിവിഷൻസും കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? എക്സാമിന് സെറ്റ് ആയിട്ടുണ്ടെന്നുള്ളവരൊക്കെ ഒന്ന് ഫയർ ഇട്ടേ നോക്കട്ടെ. Come on, fire. Fire, yes. Yes. ഫയർ ഒക്കെ വേണ്ട, ആപ്പിൾ ആയാലും കുഴപ്പമില്ല ടീച്ചറെ, നമുക്ക് ന്യൂട്ടൺസിന്റെ ആപ്പിൾ മതി. പക്ഷെ ആ ഒരു ഫയർ ആപ്പിളും ഫയർ രണ്ടും പോരട്ടെ. അപ്പോ യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ റൈറ്റിംഗ് സെക്ഷനും അതേപോലെ തന്നെ ഗ്രാമർ സെക്ഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഫോർ കം ടു ദാറ്റ് ടോപ്പിക്സ്, ലെക്ചർ വൈസ് ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ ചാപ്റ്റേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. Okay, so unit number 1. Okay, so the mysterious picture, the boy who drew cats, Taj Mahal, we are the world. ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് പഠിക്കാനുള്ളത്. Okay, unit 2, the shipwrecked sailor, the little round red house from a railway carriage and marvelous travel. Very nice. And now unit 3, the light on the hills, Rosa Parks sat still, the sower, the village blacksmith. And unit 4, the nightingale and the rose, song of the flower, first shower and a day in the country. And the last unit, അതായത് unit 5. So next slide. Okay, and unit 5, school for sympathy, one of the most important chapter. അതുപോലെ തന്നെയാണ് merchant of the Venice. Same important chapter, my grandmother's house and solitude. Okay, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 5 യൂണിറ്റിലായിട്ട് 4 ചാപ്റ്റേഴ്സ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഫൈനൽ എക്സാമിന് വരാൻ സാധ്യതയുള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് സെക്ഷൻസ്, ഇത് ബേസ് ചെയ്തിട്ട് വരുന്ന ഗ്രാമർ സെക്ഷൻസ്, അതൊക്കെയാണ് ഇന്ന് നമ്മൾ വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റാണോ? നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സെറ്റാണ് കേട്ടോ. അതെ നമ്മൾ റെഡിയാണ്. സോ സ്റ്റുഡൻസ് റെഡിയാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫയറും ന്യൂട്ടന്റെ ആപ്പിളൊക്കെ ഒന്ന് വേഗം പോരട്ടെ. റെഡി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്. ഓക്കെ, ഓക്കെ, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. അപ്പൊ നമുക്ക് ആദ്യം റൈറ്റിംഗ് സെക്ഷൻ തന്നെ തുടങ്ങാല്ലേ? ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് റൈറ്റിംഗ് സെക്ഷൻ. സോ നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി 8th റൈറ്റിംഗ് സെക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ, എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് ദർ വിൽ ബി ഫ്യൂ ക്യാരക്ടേഴ്സ് വിച്ച് ആർ മോർ ഇമ്പോർട്ടന്റ് അല്ലേ? ഏറ്റവും കൂടുതൽ പ്രീവിയസ്ലി എക്സാംസിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് 3 ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ക്യാരക്ടർ ഇസ് ദ ബോയ് ഫ്രം ദ ചാപ്റ്റർ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. എല്ലാവർക്കും അറിയാം, നൈസ് ആയിട്ടൊരു പോയമാണ് നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. It's a story. So he is a very romantic, passionate and sensitive kid. When failed to get a rose, he get desperate and depressed. Failed to understand the real nature of his beloved, was frustrated and neglected everything. This condition made the nightingale come to his help. നമുക്ക് എല്ലാവർക്കും ആ സ്റ്റോറി അറിയാലോ ടീച്ചർ? യെസ്, നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. ഓക്കെ, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ? ഒരു റോസാപ്പൂവിൻ്റെ തൻ്റെ ലവ് അത് സക്സസ്സിലെത്തുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ലവറിന് കൊടുക്കാനുള്ള ഒരു റോസാ ഫ്ലവർ അന്വേഷിച്ച് നടക്കുന്ന ഒരു ബോയ്. അതാണ് നമ്മുടെ ഈ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ആ ഒരു കഥയിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പല എക്സാമിന് ഇവരൊക്കെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നമ്മുടെ ഈ കഥയിലെ ബോയുടേത്. അപ്പോൾ റോസ് ഫ്ലവർ കാണാനില്ല, അതായത് കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടും തനിക്ക് തൻ്റെ ലവറിന് കൊടുക്കാനുള്ള റോസ് ഫ്ലവർ ഇല്ലാതെ വരുമ്പോൾ തൻ്റെ ഗാർഡനിലിരുന്ന് വിഷമിക്കുകയാണ് നമ്മുടെ ബോയ്. അവൻ്റെ ആ ഒരു വിഷമം, അവൻ്റെ ആ ഒരു സിൻസിയറിറ്റി അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെൻ്റെ ട്രൂ ലവറാണ് എന്ന് മനസ്സിലാക്കുന്ന നൈറ്റിംഗേൽ സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്താൻ, സ്വന്തം ജീവൻ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ആ പയ്യന് വേണ്ടിയിട്ട് റോസാപ്പൂ കൊടുക്കുന്ന വളരെ ഇതായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു മെയിൻ ക്യാരക്ടറാണ് ദ ബോയ് എന്ന് പറയുന്നത്. സോ ഹി വാസ് വെരി റൊമാൻറ്റിക് ആൻഡ് സിൻസിയർ ആൻഡ് വെരി സെൻസിറ്റീവ് ആണ്. അതേപോലെ തന്നെ തൻ്റെ ലവറിന് കൊടുക്കാനുള്ള ആ റോസ് ഫ്ലവർ കിട്ടാതാവുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ഡിസ്പ്രേറ്റ് ആവുകയും ചെയ്യുന്നത് നമുക്ക് ആ കഥയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ്, അതായത് റോസാപ്പ് കൊടുക്കുന്ന തൻ്റെ ലവർ ആ റോസാപ്പ് കിട്ടിക്കഴിയുമ്പോൾ ആളുടെ സ്വഭാവം മാറുകയാണ്. കാരണം പണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ബോയുടെ ലവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റിംഗേൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി തയ്യാറാക്കി കൊടുത്ത ആ റോസ് ഫ്ലവർ അതിനൊരു പുല്ല് വില പോലും ആരും കൊടുക്കുന്നില്ല, അവൻ്റെ ലവർ കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ, തന്നെ റിജക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്ന ബോയിനെയും നമുക്ക് കഥയുടെ അവസാനമായിട്ട് കാണാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി ആണല്ലേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്യാരക്ടർ വരുന്നത് ഇതിലത്തെ തന്നെ ദ നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. വൺ ഓഫ് ദ മെയിൻ
core character of the story, Yes, alle ma'am. yes, So now let's get started. Made her nest in the oak tree near the student's home. അത് നമുക്ക് കഥയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. When the student is crying because his lover is not accepting ആ ഒരു റോസ് കിട്ടിയില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നൈറ്റിംഗേൽ അതൊക്കെ ഓക്ക് ട്രീയിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ ടീച്ചറെ? So was passionate and idealistic. She was really passionate and she was really idealistic. Believes that love is the most powerful and noblest of all forces. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബോയിന്റെ ലവ് ഭയങ്കര സിൻസിയറും ഭയങ്കര കറക്റ്റായിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നൈറ്റിംഗേൽ. അപ്പൊ അത് കാരണം മാത്രമാണ് നൈറ്റിംഗേൽ ആ ഒരു ത്യാഗം ചെയ്തത് അവിടെ. ആൻഡ് വെരി ഇമ്പൾസീവ്, റെഡി ടു സാക്രിഫൈസ് ഹെർ ഓൺ ലൈഫ് ഫോർ ദ സ്റ്റുഡൻറ്. അതും ആ ഒരു റോസിന് വേണ്ടി, ആ സ്റ്റുഡൻറ് അങ്ങനെയെങ്കിലും ലെറ്റ് ദാറ്റ് ഗേൾ ബി ഹാപ്പി എന്ന് വിചാരിച്ചിട്ട് ആ റോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വരെയാണ് കൊടുക്കുന്നത് അല്ലേ. ഷോസ് ഹർ കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ, സാക്രിഫൈസ് ദ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ടു ഗെറ്റ് ദ റെഡ് റോസ് അല്ലേ. ആ ഒരു ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു റെഡ് റോസ് കിട്ടുന്നത്, നൈറ്റിംഗേൽ ഉണ്ടാക്കി തരുന്നത് അല്ലേ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗാർഡനിൽ ഫുള്ള് നമ്മുടെ നൈറ്റിംഗേൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ഓരോ റോസാ ചെടിയുടെ അടുത്ത് ചെല്ലുമ്പോഴും റോസ് ഫ്ലവർ കിട്ടാതാവുമ്പോൾ ലാസ്റ്റ് കാണുന്ന ആ റോസ് ചെടിയിൽ ചെന്ന് തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ആ ട്രൂ ലവർ, അതായത് നൈറ്റിംഗേലിനെ സംബന്ധിച്ച് ആ ബോയ് ഒരു ട്രൂ ലവറാണ്. അപ്പോൾ രാപ്പാടി അല്ലെ, നൈറ്റിംഗേൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രാപ്പാടിയാണ്, രാത്രിയിൽ അല്ലെ സ്നേഹിതാക്കൾ എന്താണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പാടുന്ന ഒരു പക്ഷിയും കൂടിയാണ്. സോ ഈ ബോയ് ഒരു ട്രൂ ലവറാണെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ നൈറ്റിംഗേൽ ആ ബോയുടെ ലവ് സക്സസിലേക്ക് എത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുന്നതാണ് നമ്മുടെ ഈ കഥയിൽ പറയുന്നത്. സോ അങ്ങനെ ഫൈനലി കണ്ടുമുട്ടുന്ന ആ റോസ് ചെടിയിൽ ചെന്നുകൊണ്ട് റോസാപ്പൂ ചോദിക്കുമ്പോൾ ആ റോസ് ചെടി പറയുന്നത്, ആ റോസ് ചെടിക്ക് ഷി വാസ് നോട്ട് ദാറ്റ് പ്ലാന്റ് ഈസ് നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ദാറ്റ് റെഡ് റോസ്. ഓക്കെ, ആക്ച്വലി പക്ഷെ അതിനൊരു സൊല്യൂഷനും കൂടി നമ്മുടെ റെഡ് റോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ നൈറ്റിംഗേൽ അതിൻ്റെ ഹൃദയം അതിൻ്റെ ആ ഒരു തോണിൽ അല്ലെങ്കിൽ ആ മുള്ളിലേക്ക് കുത്തി അമർത്തിയിട്ട് എന്ത് വേണം, ആ ഒരു രാത്രി ഫുള്ള് ചന്ദ്രൻ്റെ നിലാവെട്ടത്തിൽ ഫുള്ള് നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ റോസാപ്പൂവിന് വേണ്ടി ഇത് പാടണം. ആ പാട്ട് പാടുന്ന സമയത്ത് ഈ മുള്ളിൻ്റെ ഹൃദയത്തിലേക്ക് തറഞ്ഞ് ഇങ്ങനെ കയറി ആ ഇതിൽ നിന്നും വരുന്ന ബ്ലഡ്, ആ ബ്ലഡാണ് ആ ചെടിക്ക് വേണ്ടുന്ന റോസാപ്പൂവിന് ആ റെഡ് കളർ കൊടുക്കുന്നത്. അങ്ങനെ തൻ്റെ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വരെ അത് ആർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാണ്, ഈ ട്രൂ ലവറായ ബോയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിയൽ ക്യാരക്ടർ പോലെയാണ് നമ്മുടെ നൈറ്റിംഗേൽ ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായും. And it's a really beautiful story അല്ലേ മാം. Okay. So now let's go to the next character sketch, അതായത് Antonio. So I hope you all are familiar with the chapter Merchant of Venice by William Shakespeare അല്ലേ. സോ മെർച്ചന്റ് ഓഫ് ദി വെനീസ് ഇതുപോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി. സോ ആന്റോണിയോനെ പറ്റി പറയുകയാണെങ്കിൽ he itself is the merchant of Venice, one of the most important character ആണ് നമ്മുടെ സ്റ്റോറിയിലെ. merchant of the Venice ആണ്. He is also a merchant and he is living in Venice. So he is the merchant of Venice and he is very rich and he has many ships. Obviously if he is a merchant, definitely he'll have a lot of ships. Yes. And then he is really kind and had many friends. So if a person is kind, definitely he'll have a lot of good friends with him. And then he lent money to his friend Bassanio എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് ബെസാനിയോക്ക് വേണ്ടി മണി ലെൻഡ് ചെയ്തിരുന്നു ആര്, ആന്റോണിയോ. there is a reason അല്ലേ, why? Because he want to go to Belmont to marry this beautiful lady. ലേഡിയുടെ പേര് ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. Come on, ലേഡിയുടെ പേര് ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. എന്താണ് ആ ലേഡിയുടെ പേര്? ഏത് ലേഡിക്ക് വേണ്ടിയാണ് ബെസാനിയോ ബെൽമൗണ്ടിൽ പോകുന്നത്? ആരെ കല്യാണം കഴിക്കാനായിരുന്നു? Who is that beautiful lady? Come on, the wealthy woman who yes, the wealthy woman. Yeah, the wealthy woman from Belmont. Yes, answer is the Portia. Exactly. പേരൊന്ന് പറയൂ സാറേ, പിള്ളേരുടെ ആ ആൻസർ പറഞ്ഞിരിക്കുന്നത്. Yes, നമ്മളുടെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. Okay sir, randomly. Okay, Ananya, very nice. Edu. Okay, great. So Portia ആണ് നമ്മുടെ ക്യാരക്ടർ, അതായത് ബെസാനിയോ എന്റെ ലവർ എന്ന് പറയാം. യു ക്യാൻ സേ ലവ് ഇൻട്രസ്റ്റ് ആയിരുന്നു ബെസാനിയോന്. ആ ഒരു കുട്ടീനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഹി നീഡഡ് മണി. അങ്ങനെ മണി കൊടുത്ത ആരാണ്, ആന്റോണിയോ. ബട്ട് ഫോർ എ പെർട്ടിക്കുലർ ടൈം ആന്റോണിയുടെ അടുത്ത് കാശ് ഇല്ലാണ്ടായപ്പോൾ ആന്റോണിയോ ഹീസ് ഗോയിങ് ടു എ പേഴ്സൺ, മണി ലെൻഡർ, ടു ഗെറ്റ് സം മണി അല്ലേ. അതായത് ബോറോഡ് മണി ഫ്രം ദി മണി ലെൻഡർ നെയിംഡ് ഷൈലോക്ക് ഇസ് യു ക്യാൻ സേ ദി ആന്റഗോണിസ്റ്റ്, അല്ലെങ്കിൽ ഇത്തിരി വില്ലൻ ക്യാരക്ടർ ആയിരിക്കാം, ക്രൂവൽ ക്യാരക്ടർ ആണ് ഡെഫിനറ്റ്ലി. ദെൻ ഹി സൈൻഡ് എ ബോണ്ട്. അപ്പോൾ ആന്റോണിയോ കാശ് വാങ്ങാൻ ചെയ്തപ്പോൾ ഷൈലോക്ക് ഹി സൈൻഡ് എ ബോണ്ട്. നൗ വാട്ട് ഇസ് ദ ബോണ്ട്? ദാറ്റ് ഇഫ് ഹി ഡിഡ് നോട്ട് റീപേ ദ മണി ഹി വിൽ, ദാറ്റ് ഇസ് ദ ഷൈലോക്ക് വിൽ കട്ട് ഓഫ് 1 pound ഓഫ് ഫ്ലഷ് ഫ്രം ഹിസ് ബോഡി. തിങ്ക്, ഇതാണ് നമ്മളിപ്പോൾ ഇതിന് പകരത്തിന് ഇത് കാശ് കിട്ടിയില്ലെങ്കിൽ then there will be I'll take the flesh from your body എന്നായിരുന്നു ഒരു
പാക്ട് അല്ല, ആ ഒരു ബോണ്ട് പറഞ്ഞിരുന്നല്ലേ. സോ ക്രൂവൽ. സോ വി കൻ ഫ്രം ദിസ് പെർട്ടിക്കുലർ ബോണ്ട് ഇറ്റ് സെൽഫ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് Shylock is a cruel character and Antonio is a really simple and a really good character in the story. Yes, അതെ. And he was ready to sign that agreement because of his friend, that he wanted to give that money to Bassanio because that Bassanio person wanted to marry that girl Portia. Yes. So definitely nalloru friendum koodi aayirunnu Antonio. Yes, and not only that, Antonio had a confidence that he can repay that money to Shylock. Definitely, he is a merchant, he has a lot of ship. പിന്നെ മെയിൻ കാരണം എന്താണ്, ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഫോർ ഡൂയിങ് ദിസ് എക്സ്ചേഞ്ച് ആൻഡ് ഓൾ. മണി കിട്ടാൻ വേണ്ടി ഷിപ്പ് എല്ലാനും വേറെ രാജ്യങ്ങളിൽ കിടക്കായിരുന്നു. From the beginning itself it is clear that Antonio is a merchant and he has a lot of ships. So സെയിൽ ചെയ്ത് അപ്പുറത്തേക്ക് പോയി ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്താൻ വേണ്ടി there was no ships in that Venice എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷിപ്പ് ഉണ്ടായിരുന്നില്ല. സോ at that time he doesn't have any money. അങ്ങനെയാണ് ഷൈലോക്കിന്റെ അടുത്ത് പോകുന്നത് അല്ലേ. Okay, so I think ma'am character sketch is clear to them, right? I think so. മക്കളെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ് ലാസ്റ്റ് കുറച്ച് ഇയേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മെയിൻ ക്യാരക്ടർ സ്കെച്ചസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ഓക്കെ ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ഒന്ന് വേഗം നമ്മൾ ന്യൂട്ടൻ്റെ ആപ്പിൾ വന്നിട്ട് വേഗം കണ്ടേ. ഓക്കെ, വൗ, ഗ്രേറ്റ്. യെസ്, ഓക്കെ. കുറച്ചധികം പേര് നമ്മുടെ ന്യൂട്ടൻ്റെ ആപ്പിൾ നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, യെസ്. Yes, apple തീയൊക്കെ ഉണ്ട്, fire. Okay, gangster, Siji, great, Andrea. Okay, nice. Miduna. Yes, okay, right. Atulya, wow, great. Thank you. Okay, thank you. So, hope you understood that character sketches. Now, we can move to the next. That is the profile writing. Yes. Okay, so profile writing is a very simple thing അല്ലേ. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം മൈൻഡിൽ വെച്ചാൽ മതിയല്ലേ മാം? യെസ്, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഹിൻസിനെ തന്നെ നമ്മളൊന്ന് സെന്റൻസ് ആക്കി എഴുതിയാൽ തന്നെ 5 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വെരി സിമ്പിൾ ആയിട്ടുള്ള റൈറ്റിംഗ് സെക്ഷൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്നുള്ളത്. സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻസേഴ്സ് ഉണ്ട്. We just need to add some of the prepositions. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ആഡ് ഓൺ ചെയ്താൽ മാത്രം we'll get a beautiful sentence and we can write it on. So ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നത് കമല സുരയ്യ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ റൈറ്ററിന്റെ ഒരു പ്രൊഫൈൽ ഹിൻസ് ആണ്. സോ ഇത് നമ്മുടെ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രൊഫൈലാണ് കമല സുരയ്യയുടേത്. അപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവുക, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവുക. ഈ ഡീറ്റെയിൽസ് ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് തയ്യാറാക്കാനായിട്ട്, പ്രൊഫൈൽസ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കമല സുരയ്യ എഴുതിയ പോയം ഏതാണെന്ന് കമന്റിലിട്ടേ. യെസ്, നമുക്ക് പഠിക്കാനുള്ള ഒരു പോയം കമല സുരയ്യ എഴുതിയ പോയം ഏതാണെന്ന് പഠിച്ചിട്ടുള്ള പോയം ഏതാണ്? മക്കളെ വേഗാവട്ടെ. കമല സുരയ്യ ഒരു പോയം എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ബുക്കിൽ. കംപ്ലീറ്റ് ആയിട്ട് പോരട്ടെ. Yes, the grandmother's house. Yes, Miduna said that. Very nice. Miduna, Cherry Blue, and എല്ലാവരുടെയും വന്നോണ്ട് feeling better. Divya Ram and everyone, gangster everyone. Very good. Okay. So let's move to. Okay, so first definitely there will be name. So here the name is Kamala Suraya. Then to born, that is March 31st, 1934. Correct ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും there it will be mentioned. അത് കഴിഞ്ഞിട്ട് അവാർഡ്സ് അവാർഡ്സിന് മുമ്പ് യു ഷുഡ് ഗോ ഫോർ ദ നോട്ടബിൾ വർക്ക്സ്. ഓക്കെ, ഇതൊക്കെ നോട്ടബിൾ വർക്കാണ് നമ്മുടെ കമല സുരയ്യ എഴുതിയിരിക്കുന്ന നോട്ടബിൾ വർക്ക്സ് എന്തൊക്കെയാണ്, അതായത് മൈ സ്റ്റോറി, ദ സൈറൻസ്, സമ്മർ ഇൻ കാൽക്കട്ട, ആൻഡ് ദെൻ യു ഷുഡ് ഗോ ഫോർ ദി അവാർഡ്സ്. ഓക്കെ, ഇവിടെ എന്തോ മിസ്മാച്ച് ആയിട്ടുണ്ടല്ലോ മാം, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഇസ് ദർ. സോ ഹിയർ ദ നോട്ടബിൾ വർക്ക്സ് വിൽ ബി ഇൻ ദി ബിഗിനിങ്. ഓക്കെ, അതായത് അവാർഡ്സിന് മുമ്പായിരിക്കും എപ്പോഴും നോട്ടബിൾ വർക്ക്സ് വരാം. അത് കഴിഞ്ഞ് അവാർഡ്സ് പറയുമ്പോൾ മുട്ടത്ത് വർക്കി അവാർഡ് ഉണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കേരള ലിറ്ററേച്ചർ അവാർഡ്സ് ഒക്കെ കിട്ടിയ ഒരു പേഴ്സൺ ആണ് നമ്മുടെ കമല സുരയ്യ അല്ലേ. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഡൈഡ് ഇൻ 31st May 2009 പൂനെ. ഓക്കെ, so these are the main important things that are commonly asked in exams. എക്സാംസിൽ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കുകളാണ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നോട്ടബിൾ വർക്ക്സ്, അവാർഡ്സ് ആൻഡ് ഡൈഡ്. ഇതൊക്കെ കോമൺലി എല്ലാ പ്രൊഫൈൽസിലും നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് തന്നെയാണ്. ഇത്ര തന്നെ ഡീറ്റെയിൽസ് നമുക്ക് എക്സാമിന്, അതിപ്പോൾ ആരുടെ ആണെങ്കിലും, ഇപ്പോൾ കമല സുരയ്യ അല്ല, ഇനിയിപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിൽ പോലും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാം പ്രൊഫൈൽ. Okay, the famous Indian writer Kamala Surayya was born on 31st March in 1934. Her notable works are My Story, The Siren, Summer in Kolkata, etc. She received Muttat Varki Award, Kerala Sahitya Academy Award and Vailar Award. She passed away on 31st May 2009 in Pune.
സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ്, അതായത് നമ്മൾ എന്താണ് ആദ്യം തന്നെ നമ്മുടെ റൈറ്റർ ഏത് ഫേമസ് മീൻസ് എങ്ങനെയുള്ള റൈറ്റർ ആണെന്നുള്ളത് എഴുതുക. അപ്പോൾ ഇവിടെ ഇന്ത്യൻ റൈറ്റർ നമുക്ക് നാഷണാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് നാഷണാലിറ്റി മെൻഷൻ ചെയ്യാം. ചില നാഷണാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഇല്ല എങ്കിൽ പോലും ദ ഫേമസ് റൈറ്റർ എന്ന് മാത്രം എഴുതാം. അപ്പോൾ ടീച്ചറെ ഫേമസ് റൈറ്റർ ഇസ് എ കോമൺ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതെ അതെ തീർച്ചയായും. അപ്പോൾ ദ ഫേമസ് റൈറ്റർ ഇൻ കേസ് നാഷണാലിറ്റി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദ ഫേമസ് റൈറ്റർ എന്ന് പറഞ്ഞിട്ട് പേര് മെൻഷൻ ചെയ്യാം. അതർവൈസ് നമുക്ക് നാഷണാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ നാഷണാലിറ്റി അവിടെ മെൻഷൻ ചെയ്തത് ഫേമസ് ഇന്ത്യൻ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ ദ ഫേമസ് അമേരിക്കൻ റൈറ്റർ. ലൈക്ക് വൈസ് യു ക്യാൻ ആഡ് ദാറ്റ് നാഷണാലിറ്റി ജസ്റ്റ് ആഫ്റ്റർ ദാറ്റ് ഫേമസ്. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് സർ സ്ലൈഡ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഹൗ കമല സുരയ്യ വാസ് ബോൺ ഓൺ ദാറ്റ് ഓൺ ഇസ് നീഡഡ് ബിക്കോസ് അവിടെ ഒരു ഡേറ്റ് വരുന്നുണ്ട് അല്ലേ മാം, 31st March in 1934. ഓക്കെ, ഇന്ന് അവിടെ പറയുന്നത് വി ആർ മെൻഷനിങ് ദാറ്റ് പെർട്ടിക്കുലർ ഇയർ, ആ ഒരു ഇയറിൽ ജനിച്ച കാരണമാണ് നമ്മൾ അവിടെ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദി കോമൺ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ആഡ് ഓൺ ചെയ്താൽ മതി. ബാക്കി റെസ്റ്റ് ഇസ് ഗിവൺ ഇൻ ദി ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ itself. Sorry, her notable works, then we should mention notable works എന്തൊക്കെയാണ്. her notable works അതല്ല ഇപ്പോൾ ഏതെങ്കിലും മെയിലിന്റെ നോട്ടബിൾ വർക്ക്സ് എന്ന് എഴുതാം. എന്നിട്ട് പിന്നെ തന്നിരിക്കുന്ന വർക്ക്സ് എന്താണോ അത് ജസ്റ്റ് കോമിറ്റിട്ട് മെൻഷൻ ചെയ്ത് ഡെഫിനറ്റ്ലി ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഇസ് എ റൈറ്റർ ഒന്നിൽ കൂടുതൽ വർക്ക് എന്തായാലും ഉണ്ടാവും. സോ മേക്ക് ഷുവർ ദാറ്റ് her notable works are. ഓക്കെ, അവിടെ വർക്ക്സ് പ്ലൂറൽ ആണ്, സോ യൂസ് are. ഓക്കെ, then my story, the siren, summer in Kolkata, etc. Okay, these are the mentioned നമുക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റോറീസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം അല്ലേ മാം? ഓക്കെ മാം. ഷീ റിസീവ്ഡ്, അത് പിന്നെ വരുന്നത് എന്താണ് അവാർഡ്സ് ആയിരിക്കും. നോട്ടബിൾ വർക്ക്സ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമുക്ക് കാണാൻ പറ്റുന്നത് അവാർഡ്സ് ആണ്. അപ്പോൾ ഷീ റിസീവ്ഡ് അതല്ല നമുക്ക് ഷീ അല്ലെങ്കിൽ ഹി ആരാണോ അവിടെ വന്നിരിക്കുന്നത് ആളുടെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ട് റിസീവ്ഡ്. പിന്നെ ഏതൊക്കെയാണോ ആ അവാർഡ് അത് ജസ്റ്റ് കോമിറ്റിട്ട് കറക്റ്റായിട്ട് എടുത്ത് എഴുതാം. ഇൻ കേസ് അവാർഡിൻ്റെ ബ്രാക്കറ്റിൽ ചിലപ്പോൾ നമുക്ക് ഇയർ തന്നിട്ടുണ്ടാവും. ചില അവാർഡ് തന്നിട്ട് ഏത് ഇയറിലാണ് അവർക്ക് അവാർഡ് റിസീവ് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അതേപോലെ തന്നെ ബ്രാക്കറ്റ് ഇട്ട് ഇയർ എടുത്ത് അത് എഴുതരുത്. കാരണം നമുക്ക് തരുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ബ്രാക്കറ്റ് എടുത്ത് മാറ്റുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് തരുന്നത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവാർഡ് പർട്ടിക്കുലർ അവാർഡ് ഇപ്പോൾ ഇവിടെ മുട്ടത്ത് വർക്ക് അവാർഡ് കഴിഞ്ഞിട്ട് 2000 തന്നിട്ടുണ്ടെങ്കിൽ ഇൻ 2000 എന്ന് എഴുതാം. ഓക്കെ, ബ്രാക്കറ്റ് മാറ്റിയിട്ട് അവിടെ നിന്ന് ചേർക്കാം. ഇയറിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രിപ്പോസിഷൻ എന്താണ് ചേർക്കാനുള്ളത്? ഇന്നാണ്. അപ്പോൾ ഇൻ ചേർത്തിട്ട് ആ ഇയർ എടുത്ത് ഏതാണ് പർട്ടിക്കുലർ ഇയർ മെൻഷൻ ചെയ്ത് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് അത് എടുത്ത് എഴുതാം. അത് ഏത് അവാർഡിൻ്റെ കൂടെ ആണെങ്കിലും അങ്ങനെ തന്നെ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് തന്നിരിക്കുന്ന പ്രൊഫൈൽ ചിലപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ റൈറ്റിംഗ് സെക്ഷനിലോട്ട് വരുമ്പോൾ എഴുതരുത്. ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഇൻ ചേർത്തിട്ട് ആ ഇയർ മെൻഷൻ ചെയ്യാം. ആൻഡ് ഫൈനലി ഷീ പാസ്ഡ് അവേ ഓൺ 31st May 2009 ഇൻ പൂനെ. ഇവിടെയും ഡേറ്റ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൈഡ് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പാസ്ഡ് അവേ. അത് ഏത് പ്രൊഫൈൽ റൈറ്റിനും നമുക്ക് ഡൈഡ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് പർട്ടിക്കുലർ വേർഡ് പാസ്ഡ് അവേ. ഓക്കെ, പിന്നെ കറക്റ്റായിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്യാം. ഓൺ 31st ഡേറ്റിന് മുൻപ് എപ്പോഴും നമ്മൾ ഡേറ്റ് മെൻഷൻ ചെയ്യേണ്ടത് ഓൺ വെച്ചിട്ടായിരിക്കണം. അതേപോലെ തന്നെ പ്ലേസ് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേസും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. അതും ഇൻ വെച്ചിട്ട് വേണം മെൻഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഐ തിങ്ക് പ്രൊഫൈൽ റൈറ്റിംഗ് ക്ലിയർ അല്ലേ? നമുക്ക് എങ്ങനെയാണ് പ്രൊഫൈൽ റൈറ്റിംഗിന്റെ ടോപ്പിക്സ് തന്നിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതാൻ പറ്റിയാൽ ഇനിയിപ്പോൾ എഴുതാൻ പറ്റും ടീച്ചർ അവർക്ക് എന്തായാലും അല്ലേ? അങ്ങനെ പ്രൊഫൈൽ റൈറ്റിംഗ് ഓക്കെ ആയി എന്നുണ്ടെങ്കിൽ പോരട്ടെ നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിൾ ഓർ യു കൻ ഫയർ ആപ്പിൾ പോരട്ടെ ഒരുമിച്ച് തന്നെ. കം ഓൺ, ഗ്രേറ്റ്. ജംഗിൾ റമ്മി. ഓക്കെ, അതുല്യ. ഓക്കെ, അനു. ഓക്കെ, സമൃദ്ധ. ഗ്രേറ്റ്. മിഥുന. ഓക്കെ, സൗമ്യ. ഷാജി. ഓക്കെ, കുറേ പേര് ന്യൂട്രിയൻസ് റെഡ് ആപ്പിളും ഗ്രീൻ ആപ്പിളും. ഓക്കെ, സൂപ്പർ. Great, nice. Okay, so I think now we can move on to the next topic, that is narration. Okay, so narration is an important topic element. So but main thing നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നരേഷനിൽ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് നരേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദർ ഇസ് സംതിങ് എൽസ്. നമ്മുടെ ഒപ്പീനിയൻസ് കൊടുക്കാനുള്ള വേറൊരു ടോപ്പിക് കൊണ്ടുണ്ട്, നമ്മൾ വഴിയത് പഠിക്കും. പക്ഷെ നരേഷൻ എന്ന് പറയുമ്പോൾ കഥയിൽ എന്താണോ നടക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ എടുത്തെഴുതണം. നമ്മുടെ ഒപ്പീനിയൻസ് ഈസ് നോട്ട് നീഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് നരേഷൻ അല്ലേ? അപ്പോൾ എക്സാംസിൽ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 ചാപ്റ്റേഴ്സിന്റെ നരേഷൻ ആണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റത്തേണ് the little boy was very much thrilled when he found the little round red house.
Next day, he told his wonderful experience to one of his friends. So how could be the narration? Okay, ma'am. ഓക്കെ, ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കഥയാണ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് അല്ലേ? നമ്മൾ ഇടാൻ പറയുന്ന ഈ ആപ്പിൾ, അതാണ് നമ്മുടെ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്നത് അല്ലേ? സോ വെക്കേഷൻ ടൈമാണ് നമ്മുടെ കഥയിലെ ബോയ്, ഹി വാസ് ടോട്ടലി ബോർഡ് ബൈ റീഡിങ് ദ ബുക്സ് ആൻഡ് പ്ലേയിങ് വിത്ത് ഹിസ് ടോയ്സ് അല്ലേ? ടോട്ടലി ബോറായി കഴിഞ്ഞിരിക്കുമ്പോൾ അമ്മയോട് വന്ന് ചോദിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാൻ എന്ത് ചെയ്യും? സോ അമ്മ ഇങ്ങനെ കുറേ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി അതൊക്കെ ചെയ്ത് ബോറടിച്ചിരിക്കുന്ന നമ്മുടെ ബോയ്ക്ക് ആ പറയുന്നതൊന്നും ചെയ്യാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സോ ഫൈനലി അമ്മ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കുട്ടിയുടെ അമ്മ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവനൊരു കടങ്കഥ പോലെ ഒരു ചോദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് എവിടെയാണ്, അത് ഈ അവർ താമസിക്കുന്ന ആ ഒരു ഏരിയയുടെ പുറത്തല്ല, ആ ഏരിയയിൽ തന്നെ അത് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്നുള്ളത്. അതിൻ്റെ ഷേപ്പ് റൗണ്ട് ആയിരിക്കും, അതേപോലെ തന്നെ അതിന് വിൻഡോസ് ഉണ്ടാവില്ല, ഡോർ ഉണ്ടാവില്ല, ചിമ്മിനി മാത്രമേ ഉള്ളൂ ആ വീടിന്. അതേപോലെ തന്നെ ആ വീടിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റാറും കാണാൻ പറ്റും. ഇത്രയാണ് അമ്മ കൊടുക്കുന്ന ക്ലൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീടാണ് നമ്മുടെ കുട്ടി സെർച്ച് ചെയ്ത് അവിടെയുള്ള ഏരിയയിലും ഫുള്ള് കറങ്ങുന്നത്. പക്ഷേ എല്ലാ ഏരിയ കവർ ചെയ്യുമ്പോഴും ഈ കുട്ടിക്ക് ഈ പറഞ്ഞ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, അതായത് റെഡ് കളറിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള വിൻഡോസും ഡോസും ഇല്ലാത്ത ഒരു ചിമ്മിനി മാത്രമുള്ള ഒരു സ്റ്റാർ നടുക്ക് സെൻറ്ററിലുള്ള അങ്ങനെയുള്ള ഒരു വീട് നമ്മുടെ ബോയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഫൈനലി അവിടെ ഉള്ളൊരു എന്താണ് ഒരു പേഴ്സണെ കണ്ടുമുട്ടുന്നു. ആ പേഴ്സണോട് ഫെച്ച് എന്ന് പറയുന്ന പേഴ്സണെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗാർഡനിലോട്ട് കുട്ടിയെ പറഞ്ഞു വിടാം, അവിടെ ചെല്ല്, നീ അവിടെ ചെല്ലുമ്പോൾ നിനക്കത് കാണാൻ പറ്റും, എന്താണ് എന്നുള്ളത് നിനക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് ഈ കുട്ടി നിൽക്കുന്നിടത്തേക്ക് ഒരു ആപ്പിൾ വന്ന് വീഴുമ്പോൾ അതിങ്ങനെ എടുത്ത് നോക്കുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ ഒരു സാധനം കിട്ടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളതിങ്ങനെ നോക്കും അല്ലേ? അങ്ങനെ നോക്കുന്ന സമയത്താണ് റെഡ് കളറ്, റൗണ്ട് ഷേപ്പ്, അതിൻ്റെ ഒരു നെറ്റ് പോലെ സംഭവം മുകളിലോട്ട് കണ്ടേ. നമ്മൾ ആപ്പിൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? യെസ്, അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ബോയ് അന്വേഷിച്ച് നടന്ന ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ കഥയിലെ എന്താ പറയുക സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥയിൽ നമ്മുടെ ബോയ് ഈ വീട് അന്വേഷിച്ച് നടക്കുന്ന ആ കുറേ കാര്യങ്ങൾ, ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു എന്താണ് പോസ്റ്റ്മാനെ കണ്ടുമുട്ടുന്നുണ്ട്, ഒരു പോലീസ് ഓഫീസറെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീട് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇവരൊക്കെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ ഇൻസിഡൻസ് ഫുള്ള് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ നരേഷൻ നോക്കി, ഹി ടോൾഡ് ഹിസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്. അപ്പോൾ ആ ഒരു നരേഷനാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇമാജിൻ ദാറ്റ് വി ആർ ദ ബോയ് ഇൻ ദാറ്റ് സ്റ്റോറി. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നരേഷൻ എഴുതണം. അപ്പം നമ്മൾ ഒരു ബോയ് ആണെന്ന് ചിന്തിക്കുക, എന്നിട്ട് ബോയ് വേറൊരു ഫ്രണ്ടിനോട്, ഇപ്പം ഞാൻ ബോയ് ആണെങ്കിൽ ഞാൻ പാർവതിനോട് ആ കഥ പറയുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ നരേഷൻ പോകാനായിട്ട്. അപ്പോൾ അതിൽ ഇൻസിഡൻസ് എന്താണോ ഓരോ സീക്വൻസും കറക്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ എഴുതാം. ഇവിടെ ഈ നരേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ കഥ എന്താണോ അത് അതേപോലെ തന്നെ എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. അവിടെ നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻസോ നമ്മുടേതായ ഐഡിയാസോ കാര്യങ്ങളൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നരേഷൻ. ഓക്കെ, സോ ഐ തിങ്ക് നരേഷൻ്റെ പാർട്ടിൽ ഇനി ഒരു ഡൗട്ട് പാടില്ല. ഒരിക്കലും നമ്മുടെ നരേഷനിൽ നമ്മുടെ ഒപ്പീനിയൻസ് കൊടുക്കാൻ പാടില്ല. ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കുറച്ച് കുട്ടികൾ ചിലപ്പോൾ സം ഓഫ് ദി കിഡ്സ് ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് റോങ്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. നരേഷൻ ഒരിക്കലും നമ്മുടെ നരേഷനിൽ നമ്മുടെ ഒപ്പീനിയൻസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, സോ നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് നരേറ്റീവ്, ദാറ്റ് ഈസ് റൈറ്റർ ഓഫ് ദ സ്റ്റോറി ദ സ്കൂൾ ഫോർ സിമ്പതി നരേറ്റ്സ് ദ എക്സ്പീരിയൻസ് ഹി ഹാഡ് അറ്റ് മിസ് ബീം സ്കൂൾ ടു ഹിസ് വൈഫ്. റൈറ്റ് ദി ലൈക്ലി നറേറ്റീവ്. ഓക്കെ, സോ ഇവിടെ മിസ് ബീം സ്കൂൾ എഴുതിയ റൈറ്ററാണ് നറേറ്റ് ചെയ്യുന്നത്. ആരോട്? വൈഫിനോട് നറേറ്റ് ചെയ്യാണ്. ഓക്കെ, ദ സ്കൂൾ ഫോർ സിമ്പതി എല്ലാവർക്കും അറിയാം അല്ലേ? വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആൻഡ് വൺ ഓഫ് ദി കോമൺലി ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചാപ്റ്ററാണ് ദ സ്കൂൾ ഫോർ സിമ്പതി. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഗുഡ് ചാപ്റ്റർ. നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മിസ് ബീമിനെ പറ്റി തന്നെ നല്ലോണം പഠിക്കാനുണ്ട് നമുക്ക്. വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചറാണ്, അത്രയും കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഒരു 4 ക്വാളിറ്റീസ് ആണ് കൊച്ചുങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് സിറ്റിസൺഷിപ്പ്, നോളജ് ആൻഡ് വേറെ എന്തൊക്കെയാണ് ടീച്ചർ? ഹ്യൂമാനിറ്റി, എക്സാക്ട്ലി. സോ kindness. So these are the qualities that she wanted to inculcate it in the students. അപ്പോൾ ചില സ്റ്റുഡൻസ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്, ആൻഡ് ഷീ ഈസ് upgrading every students by celebrating all these dumb day, deaf day, lame day അതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് കുട്ടികളെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാ. നമുക്ക് ഫ്യൂച്ചറിൽ എല്ലാവർക്കും കെയർ ചെയ്ത് താമസിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് ആ ഒരു ഡേയ്സ് ഒക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുക അല്ലേ. അതുപോലെ പഠിത്ത കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? അവർ പഠിക്കുന്നത് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, റൈറ്റിംഗ്, ഇതൊക്കെയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗുഡ് ആക്ടിവിറ്റീസ് ത്രൂ ആണ് അവർ ബാക്കി ചെയ്യുന്നത്.
Any other points, ma'am? Yes, okay. അപ്പോൾ മിസ് ബീംസിന്റെ സ്കൂൾ എടുത്ത് പറയുകയാണെങ്കിൽ അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേയ്സ്, ഇപ്പോൾ പാർവതി മിസ് പറഞ്ഞതുപോലെ ഒരുപാട് ഡേയ്സ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ബ്ലൈൻഡ് ഡേ, ഡം ഡേ, ഡെഫ് ഡേ, ലേം ഡേ. ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ മിസ്ഫോർച്യൂൺസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ആ ഒരു കുറവുകൾ എന്താണോ, വൈകല്യങ്ങൾ എന്താണോ അത് ഇപ്പോഴേ മനസ്സിലാക്കി. അപ്പോൾ നാളെ ഒരു ദിവസം അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് ഇപ്പോഴേ അവർ റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നാളെ ഒരു ദിവസം അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരാരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെന്ന് സഹായിക്കും. ഓക്കെ, അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഇതൊന്നും ഇല്ലാത്ത, ഡിഫിക്കൽട്ട് അല്ലാത്ത കുറേ നല്ല കാര്യങ്ങളാണ് മിസ് ബീംസിന്റെ സ്കൂളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയുള്ള കുട്ടികൾക്കുള്ള ഒരു പർട്ടിക്കുലർ കരിക്കുലം തന്നെ വേണമെങ്കിൽ നമുക്കത് അതെ തീർച്ചയായും. പിന്നെ പഠിത്ത കാര്യങ്ങളായാലും നമ്മൾ കണ്ടു കുറേ കാര്യങ്ങൾ എല്ലാവരും പഠിപ്പിക്കുന്നില്ലേ അവർ? ഇല്ല. ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് ദേ ആർ ടീച്ചിങ്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല നല്ല ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്താണ് അതിലൂടെയാണ് കുട്ടികൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ? സോ പേടിക്കേണ്ട, ഇതിന്റെ പെർഫെക്റ്റ് നരേഷൻ ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ടു ദാറ്റ്. So next slide. Okay, so today I visited Miss Beam's school. When I entered the school, saw a girl of 12 with a bandage covering her eyes, guided by a little boy of 8 in the garden. I went in and met Miss Beam. I asked her some questions about her style of teaching. She told me that there was no scholastic education. The students were taught spelling, adding, subtracting, multiplying and writing only, as we mentioned. And she said the goal of that particular system was to sow the seed of humanity, citizenship in the children. Okay, so I think that this particular slide is clear to the cadets, because നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മിസ് ബീം സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ റൈറ്റർ പറയുന്നത് അല്ലേ? ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഹി സോ എ ഗേൾ ഹൂസ് ഐസ് ഇസ് കവേർഡ് വിത്ത് ദി ബാൻഡേജ് ആൻഡ് ഷീ ഈസ് ഗൈഡഡ് ബൈ എ ലിറ്റിൽ ബോയ്. ഒരു ചെറിയ ആൺകുട്ടി ഉണ്ട് ആ ഒരു കുട്ടിയുടെ കൂടെ അല്ലേ? പിന്നെ മിസ് ബീമിനെ കണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. വേ ഓഫ് ടീച്ചിങ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന്. ഓക്കെ മാം, ഓക്കെ. സോ നൗ ദ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് I noticed that the children there was not healthy. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളായിരുന്നില്ല അല്ലേ? When I told Miss Beam about the girls I had seen earlier, she laughed and told me that the girl was not really blind. So ആ ഗേൾ ശരിക്കും ബ്ലൈൻഡ് ഒന്നും അല്ല, കെട്ടിവെച്ചിരിക്കുകയാണ്. There is a reason അല്ലേ? It was just a part of her system. The practice made the children empathized with the differently abled and appreciate the gift of life. Then she introduced me to the girl and left the place. Okay, അത് എന്താണ് ശരിക്കും ആ ഒരു എന്താ ഡിഫറെൻ്റ്ലി ഏബിൾഡ്, ടീച്ചർ പറഞ്ഞ പോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ചെയ്തത്. ദെൻ ഈ നമ്മുടെ മിസ് ബീം ഈ ഒരു ഗേളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു ആർക്ക്? നമ്മുടെ റൈറ്ററിന്. ഓക്കെ, ആൻഡ് ദെൻ ദ ഗേൾ റിപ്ലൈഡ് ദാറ്റ് പീയിങ് വുഡ് ബി ചീറ്റിംഗ്. She described her experience acting blind and how she realized the struggle of a blind person. Exactly. നമ്മുടെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മളിങ്ങനെ കുറേ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉള്ള കുട്ടികൾക്ക് മനസ്സിലാക്കണം, ഇങ്ങനത്തെ ആൾക്കാരും ജീവിക്കുന്നുണ്ട് സ്റ്റിൽ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയുടെ കണ്ണ് കെട്ടിവെച്ചത്. അപ്പോൾ എത്ര ഡിഫിക്കൽട്ടായിട്ടായിരിക്കും ഒരു ബ്ലൈൻഡ് പേഴ്സൺ ഒരു ദിവസം കഴിച്ചു കൂട്ടാന്നാണ് ആ കുട്ടി അവിടെ മനസ്സിലാക്കുന്നത് അല്ലേ? ഷീ ടോൾഡ് മീ ദാറ്റ് ദ ബ്ലൈൻഡ് ഡേ വാസ് ദ വേഴ്സ്റ്റ് ഡേ ഫോർ ഹർ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഉണ്ടായ ദിവസം ഏതാണ്? ബ്ലൈൻഡ് ഡേ. എല്ലാ ഡിഫറെൻ്റ്ലി ഏബിൾ ഡേയ്സ് അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ആ കുട്ടിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഡേ ആണ് ബ്ലൈൻഡ് ഡേ. I guided her for a walk and described the surrounding to her. അപ്പോൾ റൈറ്റർ കൂടെ നടക്കുകയാണ് ആ കുട്ടിയുടെ. എന്നിട്ട് കുട്ടി കണ്ണ് കാണാൻ പറ്റില്ല, ഇപ്പോഴും കണ്ണിൽ ആ ബാൻഡേജ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നടക്കുന്ന വഴി ഇവിടെ ഒരു മരമുണ്ട്, എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ നറേറ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? സോറി, നമ്മുടെ റൈറ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. I noticed that the girl had become much more thoughtful and sensitive. I left Miss Beam's school as a wiser man. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ നമ്മുടെ റൈറ്ററിന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു കുട്ടി ഷി ബിക്കെയിം മോർ തോട്ട്ഫുൾ ആൻഡ് സെൻസിറ്റീവ്. ആ ഒരു പ്രോസസ്സിൽ കൂടെ ആ ഒരു കുട്ടി നല്ലൊരു തോട്ട്ഫുൾനെസ് ആൻഡ് സെൻസിറ്റീവ് കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ റൈറ്റർ ആ ഒരു സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഹി ഈസ് ഓൾസോ ബിക്കമിങ് എ വൈസർ മാൻ. യെസ്, ഓക്കെ. സോ നമ്മുടെ കമന്റ് ബോക്സിൽ കുറച്ചധികം മക്കള് പോയറ്റിക് ഡിവൈസസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ മക്കളെ പേടിക്കേണ്ട, എല്ലാ പോയറ്റിക് ഡിവൈസസ് ആയിട്ട് നമ്മൾ അപ്രീസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ നരേഷൻ ഓക്കെ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പം നരേഷൻ നമുക്ക് ഏത് ചാപ്റ്റർ ബേസ് ചെയ്ത് വന്നാൽ തന്നെയും ആ കഥയിലെ എന്തെല്ലാം കാര്യങ്ങളാണോ, എന്തെല്ലാം ഇൻസിഡൻസ് ആണോ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അത് അതേ ഓർഡറിൽ തന്നെ അത് ആരാണോ പറഞ്ഞത് നരേഷൻ ആയിട്ട് വരുന്ന ആ ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിക്കാം. ചിലപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടർ നമ്മളാണെന്ന് ഇമാജിൻ ചെയ്തിട്ട് വേണം ചിലപ്പോൾ പറയാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചു വേണം. പക്ഷെ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ആ കഥയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ
ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നറേഷൻ വെൽ ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിൾ പോരട്ടെ, നോക്കട്ടെ. അല്ല വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് സ്റ്റൈൽ പിടിച്ചാലോ? ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, നമ്മുടെ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ചെറി ബ്ലൂ, ആര്യനന്ദ, ഓക്കെ, ആനന്ദ്, വെരി നൈസ്. ജൂബി, വെരി ഗുഡ്, വെരി നൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡയറി എൻട്രി. ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക്. നമ്മൾ ചില ആൾക്കാർക്ക് ഡയറി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എപ്പോഴും ചോദിച്ചു കാണുന്ന തന്നെ ഒരു റൈറ്റിംഗ് സെക്ഷൻ ആണ് ഡയറി എൻട്രി. അപ്പൊ നമുക്ക് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആഫ്റ്റർ വിസിറ്റിംഗ് മിസ് ബീംസ് സ്കൂൾ ദ നരേറ്റർ E.V. Lucas write down his wonderful experience in a diary. So draft the likely diary entry. നമ്മൾ തൊട്ട് മുൻപ് നരേഷനിൽ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ആ സ്കൂളിൽ ചെന്നപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആ നരേഷനിൽ പറഞ്ഞത്. അത്രയും കാര്യങ്ങൾ തന്നെ അതെന്താണ് അദ്ദേഹം സ്കൂളിൽ ചെന്നപ്പോൾ കണ്ടുമുട്ടിയ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ആ ഡയറിയിലും അത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. Okay, and then second question is the boy in the story the nightingale and the rose became really sad when he realized that his lover had rejected him. He poured his feelings down in the form of a diary entry. Prepare the likely diary entry. ഇവിടെയും നമ്മൾ ഓൾറെഡി നരേഷനിൽ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. എന്താണ്, സോറി, കാറ്റ് സ്കെച്ചിൽ നമ്മൾ അത്യാവശ്യം എക്സ്പ്ലനേഷൻ തന്ന ഒരു കഥയാണ് ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്നത്. റിജക്റ്റഡ് ബോയ്, അതായത് നൈറ്റിംഗേൽ സ്വന്തം ജീവൻ ത്യജിച്ച് അല്ലെങ്കിൽ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്ത് തയ്യാറാക്കി കൊടുത്ത ആ റോസ് ഫ്ലവറും കൊണ്ട് തൻ്റെ ലവറിൻ്റെ അടുത്ത് അത്രയും സന്തോഷത്തോടെ ഓടി ചെല്ലുമ്പോൾ പണത്തിന് മുമ്പിൽ റോസാ ഫ്ലവർ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോയിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ ലവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തൻ്റെ ലവറിനെ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു വിഷമത്താല് അല്ലെങ്കിൽ താൻ എത്രമാത്രം സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ് പണത്തിൻ്റെ ആ ഒരു പവർ കണ്ടപ്പോൾ തന്നെ വേണ്ടാന്ന് വെച്ചത്. ആ ഒരു ഫീലിങ്സ് ആണ് നമ്മുടെ ഈ ബോയ് എന്തിലെഴുതുന്നത്, അവൻ്റെ ഡയറിയിൽ എഴുതുന്നത്. അപ്പോൾ തന്നെ സഹായിച്ച ആ നൈറ്റിംഗേലിൻ്റെ കാര്യങ്ങളും കൂടി ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. പിന്നെ മാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിസ് ബീമിന്റെ സ്കൂള് നമ്മൾ നറേറ്റീവിൽ ഇൻക്ലൂഡ് ചെയ്ത പോലെ അതുപോലെ നൈറ്റിംഗേൽ ആൻഡ് ദ റോസസ് റിപ്പീറ്റഡ് ആയിട്ട് ഡയറി എൻട്രിയും ചോദിച്ചിട്ടുണ്ട്, അതിന്റെ നറേറ്റീവും ചോദിച്ചിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസും അതുപോലെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ടൊന്ന് ഓടിച്ച് വായിക്കുക, അല്ലെ? നല്ലോണം തന്നെ പഠിച്ചു പോവാ, അല്ലേ? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഹിയർ നമ്മൾ ആദ്യം എഴുതേണ്ടത് 12th November 2016 സാറ്റർഡേ. ഓക്കെ, ദാറ്റ് ഇസ് നമ്മൾ ഡേറ്റ് കൃത്യമായിട്ട് എഴുതുക. ദാറ്റ് ഇസ് 12th November 2016. സ്പെഷ്യലി മെൻഷൻ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വി ഹാവ് ടു മെൻഷൻ ദ ഡേ ആസ് വെൽ. സാറ്റർഡേ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ മെൻഷനിങ് ദ ഡേറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു ദ ഡേ. ഓക്കെ, ആദ്യം ഡേറ്റ് മെൻഷൻ ചെയ്യുക. 12th November ഏത് ഡേറ്റ് ആയാലും നോ പ്രോബ്ലം. ഡേറ്റിന് അഥവാ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ഡേറ്റ് തന്നെ എടുത്ത് എഴുതുക. ഓക്കെ, അതുപോലെ സാറ്റർഡേ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അബ്രിവേഷൻസ് ഒന്നും യൂസ് ചെയ്യണ്ട. ഇപ്പം നവംബറിന് ചില കുട്ടികൾ നവ് എന്നൊക്കെ എഴുതും, NOV. നോ, നവംബറിന് ഫുള്ളി നവംബർ എന്ന് തന്നെ എഴുതുക. ഓക്കെ, അതുപോലെ എല്ലാ മാസം വരുമ്പോൾ അതുപോലെ തന്നെ നോ അബ്രിവേഷൻസ്. ഷോർട്ട് ഫോം ആക്കി ഒന്നും എഴുതണ്ട, എപ്പോഴും ഫുൾ ഫോമിൽ എഴുതുക. അതുപോലെ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ഡിയർ ഡയറി. ചില കുട്ടികൾ ടീച്ചേഴ്സ് ചിലപ്പോൾ ഡിയർ ഡയറി എന്ന് എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, അതാണ് നിങ്ങൾക്ക് ഇഷ്ടം ഫോളോ ചെയ്യണമെങ്കിൽ ഡിയർ ഡയറി എക്സ്ക്ലൂഡ് ചെയ്യല ടീച്ചർ വേണമെങ്കിൽ. മാക്സിമം നമ്മൾ എഴുതുമ്പോൾ ഡിയർ ഡയറി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ആണ്. ബിക്കോസ് വെനെവർ വി ആർ റൈറ്റിംഗ് എ ഡയറി, നമ്മൾ ഡയറിനോട് സംസാരിക്കാൻ പോവുകയാണ്, ലൈക്ക് ആസ് ഇഫ് ദാറ്റ് ഇസ് എ പേഴ്സൺ. അപ്പൊ നമ്മൾ എന്തൊക്കെയായാലും ഒരു സാലുട്ടേഷൻ കൊടുത്തിട്ട് തുടങ്ങാം, അല്ലേ ടീച്ചറെ? ഓക്കെ, സോ ഡിയർ ഡയറി ഇസ് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് വൺ. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് ദിസ് പെർട്ടിക്കുലർ ലൈൻ. ഓക്കെ, then what an ungrateful girl, how cruel she is. The rose would not go with her dress. She had jewels from Chamberlain's nephew that would go with her dress. അപ്പോൾ ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഷീ ഈസ് ഷോയിങ് ഹർ നാച്ചുറൽ കളർ. എങ്ങനെയാണ് ടീച്ചർ ആ കുട്ടി എങ്ങനെ ഷീ ഈസ് ഷോയിങ് ഹർ നേച്ചർ, എങ്ങനെയാണ് ആ കുട്ടി ശരിക്കും ആ കുട്ടിയുടെ സ്വഭാവമാണ് അപ്പോൾ പുറത്ത് വന്നത് ടീച്ചർ. സോ ഹിയർ വി കെൻ സീ ദാറ്റ് വെൻ ദ ബോയ് ഈസ് റഷിംഗ് ടു ഹെർ ടു ഗിവ് ദാറ്റ് ഫ്ലവർ കൊടുക്കാൻ വേണ്ടി ഓടി ചെന്നപ്പോൾ അവിടെ ആ കുട്ടി പറഞ്ഞത് ഈ ഫ്ലവർ എൻ്റെ ഡ്രസ്സായിട്ട് മാച്ച് ആവുന്നില്ല, അതിനേലും സൂപ്പറായിട്ട് എൻ്റെ റിങ് മാച്ച് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? ആ ഒരു നെഫ്യൂ കൊടുത്ത എൻ്റെ റിങ് ആണ് മാച്ച് ആവുന്നതെന്ന് പറഞ്ഞു ഡ്രസ്സായിട്ട്. അപ്പോൾ പിന്നെ പറയുന്നത് വി ആർ മെൻഷനിങ് ദ നൈറ്റിംഗേൽ ടീച്ചർ. സോ പൂവർ നൈറ്റിംഗേൽ ഇറ്റ് സാക്രിഫൈസ്ഡ് ഇറ്റ്സ് ലൈഫ് ഫോർ ദി റിച്ച്ഡ് ഗേൾ. അതായത് ആ കുട്ടീനെ വേണമെങ്കിൽ പറയാം, കുട്ടീനെ ദേഷ്യം കയറി നമ്മളിപ്പോൾ കുട്ടികളൊക്കെ വിളിക്കില്ലേ, ദുഷ്ടത്തി എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇങ്ങനെ പറയാണ്, ഓ സാധനം ഇത് എടുത്തില്ല, എൻ്റെ റോസ് കിട്ടാണ്ട് ആ ഒരു റിങ് വാങ്ങിച്ചിട്ട് പോയി. വാട്ട് എ സിലി തിങ് ലവ് ഈസ്. It is painful to see that the wealth and possession weigh more than true love.
ഇറ്റ്സ് എ കോമൺ തിങ് റൈറ്റ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ ലവിനേക്കാളും കൊടുക്കുന്ന വെൽത്തിനാണ്, ദാറ്റ് ഇസ് ഫോർ മണി. ബട്ട് എല്ലാവർക്കും അറിയാം മണി കാൺട്ട് ഗിവ് പ്യുവർ ഹാപ്പിനെസ്. So then, well, hereafter we never do any harm to the living beings. I will devote my life for the protection of the nature. Okay ma'am, any points to add? ഓക്കെ, ഇത് തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഡയറി എൻട്രിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ പെൺകുട്ടി അവനെ റിജക്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുമ്പോഴുള്ള അവൻ്റെ ഒരു ദേഷ്യവും അവൻ്റെ ഒരു സങ്കടവുമാണ് അവൻ്റെ ഡയറിയിൽ അവൻ കൂടുതലായിട്ടും എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ നൈറ്റിംഗേൽ ചെയ്ത ആ ഒരു സാക്രിഫൈസും കൂടി ഇതിൽ മെൻഷൻ ചെയ്യണം. കാരണം ആ ഒരു റോസാപ്പൂ കിട്ടുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ത്യജിച്ച ഒരാളാണ്, ഒരു ക്യാരക്ടറാണ് നമ്മുടെ നൈറ്റിംഗേൽ. സോ അതിനകത്ത് നമ്മുടെ നൈറ്റിംഗേലിൻ്റെ ആ ഒരു സാക്രിഫൈസും കൂടി മെൻഷൻ ചെയ്തിട്ട് വേണം ഡയറി എൻട്രി എഴുതാനായിട്ട്. സോ മക്കളെ, ഫോർമാറ്റിന് മാർക്കുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് പാർവതി മിസ് പറഞ്ഞ പോലെ തന്നെ ഡേറ്റും ഡേയും അത് കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അത് ഏത് ഡയറി എൻട്രി ചോദിച്ചാലും ഇത് തന്നെയാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു മെൻഷൻ ദ ഡേറ്റ് ആൻഡ് ഡേ. ആ പർട്ടിക്കുലർ ഓർഡർ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. ആൻഡ് യു ക്യാൻ യൂസ് ഡിയർ ഡയറി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ടീച്ചേഴ്സ് അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു റൈറ്റ് ഡിയർ ഡയറി എന്ന് എഴുതിയാൽ അത് ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിരിക്കും, ഓക്കെ ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന ഡയറി എൻട്രി ആയതുകൊണ്ട് അവർക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ, ഏകദേശം ക്ലിക്ക് ആയിട്ടുണ്ടാവും എന്താണ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ നിമ്മി ടീച്ചർ പറഞ്ഞ പോലെ എന്തൊക്കെയായാലും ഫോർമാറ്റിന് മാർക്ക് ഉള്ളതാണ്. സോ ഡോണ്ട് മിസ് ദ ഫോർമാറ്റ്. ഫോർമാറ്റ് എങ്ങനെയാണോ അത് അതുപോലെ തന്നെ എഴുതാം. ഇപ്പം 5 മാർക്കിന്റെ ആണ് ക്വസ്റ്റൻ എങ്കിൽ 1 മാർക്ക് ഫോർമാറ്റിനായിരിക്കും. സോ 1 മാർക്ക് എന്തൊക്കെയായാലും സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതി വെക്കുക. 1 മാർക്ക് കളയാണ്ട് സൂക്ഷിക്കുക. ഓക്കെ ഓക്കെ. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അതിനു മുമ്പ് ഡയറി എൻട്രി ക്ലിയർ ആയ ആൾക്കാർ ആപ്പിൾ ഇട്ടോ, ആപ്പിളും ഫയറൊക്കെ ഇട്ടോ ടീച്ചറെ? അതെ അതെ. ഡയറി എൻട്രി ക്ലിയർ ആണെങ്കിൽ എന്നിട്ട് ആപ്പിളും ഫയർ. നമുക്കിനി വേണമെങ്കിൽ നമ്മുടെ ഡയറി എൻട്രി ആൻ അൺഫോർഗറ്റബിൾ ഡേ അല്ലെങ്കിൽ വാട്ട് എ ഹാപ്പി ഡേ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യട്ടോ. നമ്മുടെ ഡയറി നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈൻ ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ലൈക്ക് ദാറ്റ്. വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ, വാട്ട് ആൻ അൺഎക്സ്പെക്റ്റഡ് ഡേ, ലൈക്ക് വേസ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഡയറി എൻട്രി. യെസ്, നമ്മുടെ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹ, ഗാങ്സ്റ്റർ, ഗാങ്സ്റ്റർ നല്ല പേര്, ഗാങ്സ്റ്റർ. മരിയ. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്, വൗ. ഓക്കെ, സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് there is a question അല്ലേ, ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ടീച്ചറെ. കുറെ കുട്ടികളൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിട്ടിട്ട് വേറെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംപിളസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് നമുക്ക് 6 മാർക്കെങ്കിൽ 6 മാർക്ക്, 5 മാർക്കെങ്കിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനുള്ളത് അല്ലേ. ഒരു റൈറ്ററിനെ അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ മുമ്പിൽ ഇരുത്തുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ഏതൊരു വ്യക്തി, അതിപ്പോൾ ആക്ടർ ആണെങ്കിലോ മോഡൽ ആണെങ്കിലോ ഓർ ഇഫ് ഈസ് എ ടീച്ചർ ഓർ ഇഫ് ഈസ് എ റൈറ്റർ, ആരൊക്കെ ആണെങ്കിലോ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കോമൺ, അതായത് 7 കോമൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ okay okay. So for the first question, what was the biggest challenge you faced in your life? And the second one, who is your role model? And third one, tell me about an unforgettable incident in your life. Then fourth one, what advice would you like to give to the youngsters? And then fifth one, tell me something about your family. Sixth one, what is the aim in your life? And the last one is, how do you react to criticism and how do you spend your leisure time? So these are the common interview questions that you can use in that സെക്ഷൻ. അതിപ്പോൾ മെൻഷൻ ചെയ്ത പോലെ ആരാണോ ഇന്റർവ്യൂ നമ്മുടെ കേൾക്കാനിരിക്കുന്ന ആരാണോ, നോ മാറ്റർ ഹൂ, യു ക്യാൻ ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ് അല്ലേ. നമുക്ക് ആരോട് വേണമെങ്കിലും പോയിട്ട് വി ക്യാൻ ആസ്ക് വാട്ട് ഇസ് ദ എയിം ഇൻ യുവർ ലൈഫ് ഓർ ഹൂ ഇസ് യുവർ റോൾ മോഡൽ അല്ലേ. സാധാരണ നമുക്ക് ചോദിച്ച് കാണുന്നത് ജൂലിയൻ കൊക്കെ എന്ന് പറയുന്ന നമ്മളൊരു ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്ന ആ ഒരു കഥയിലെ അല്ലെങ്കിൽ അതിലൊരു നരേഷനിലെ ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ലേഡിയെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ കാണാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? അതല്ലാന്നുണ്ടെങ്കിൽ റോസാ പാർക്ക് സാറ്റ്സിൽ എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്തെ ആ ഒരു കഥയിലെ റോസാ പാർക്കിനെ കണ്ട് മീൻസ് നമുക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ സച്ചിൻ തെണ്ടുൽക്കർ, ലേണിംഗ് ദ ഗെയിം, അപ്പൊ അതും ഒരു ഓട്ടോബയോഗ്രഫിയാണ് നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറിന്റെ. സോ അദ്ദേഹത്തിനോട് ചോദിക്കാൻ ഒരു ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഏത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അത് ആര് ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നാലും നമുക്ക് കുഴപ്പമില്ല, യു ക്യാൻ യൂസ് ദീസ് ക്വസ്റ്റ്യൻസ്. ഇതിൽ തന്നെ ഒരു 5 ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കളെ എല്ലാവരും
എന്താ പറയുക ഷുവറായിട്ട് ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആരെയാണോ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നാലും ആ ക്വസ്റ്റിന് ആൻസർ ആയിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റിന് ഏതെങ്കിലും നമുക്ക് അവിടെ മാർക്ക് വീഴും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിലെ സിറ്റുവേഷൻസ് തന്നെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വേണമല്ലോ എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ പരീക്ഷകൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 മാർക്കിൻ്റെയാണ് സാധാരണ ചോദിച്ച് കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു 5 അതല്ലെങ്കിൽ 6 മക്കൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഇനി ഒരിക്കലും മറക്കരുത്, വിടരുത്. എക്സാമിൽ നമ്മുടെ കയ്യിൽ ഇരിക്കണം ആ മാർക്ക്. അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിളും ഫയറും ഇങ്ങോട്ട് പോരട്ടെ, നോക്കട്ടെ. ഗ്രേറ്റ്. യെസ്. Okay, Nidhina, gangster, cherry blossom, Jinsi and Samvrida. Okay, nice. Great. Okay. So നമ്മൾ ഇനി നെക്സ്റ്റ് മൂവ് ആയല്ലേ ടീച്ചർ? സോ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. ഓക്കെ, ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദി കോമൺലി ആസ്ക്ഡ് ലെറ്റർ റൈറ്റിംഗ് ഇൻ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു ബണ്ടിൽ എടുത്ത് നോക്കുമ്പോൾ കോമൺ ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ആൻഡ് ദ നൈറ്റിംഗിൾ ആൻഡ് ദ റോസ്. സോ വൺസ് നിങ്ങൾ കഥയിലത്തെ എന്തൊക്കെയാണോ കാര്യങ്ങൾ എന്നറിയാം, കൃത്യമായിട്ട് ലെറ്റർ റൈറ്റിംഗിന്റെ ഫോർമാറ്റ് അറിയാം, എങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ലെറ്റർ റൈറ്റിംഗിലും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും, നോ ഡൗട്ട്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്റ്റഡിയിങ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് അറിയണം എന്തൊക്കെയായാലും എന്താണ് ആ കാര്യങ്ങൾ നടക്കുന്നത് അറിഞ്ഞിരിക്കണം. Okay, so the first question, the boy in the story, the light on the hills, conducts an exhibition of his painting. He writes a letter to invite one of his friend. Draft a likely letter. So here we are writing the letter to a friend. നമ്മൾ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു ലെറ്റർ എഴുതുന്നത്. So you have to write a friendly letter. അതായത് ഇൻഫോർമൽ ലെറ്റർ ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടതല്ലേ ടീച്ചറെ? യെസ്, ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സെയിം ഹിയർ ഓൾസോ വി ആർ റൈറ്റിംഗ് ദ ലെറ്റർ ടു എ ഫ്രണ്ട്. ദ ബോയ് ഇൻ ദ സ്റ്റോറി നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് വാസ് വെരി സാഡ് വെൻ ഹി വാസ് റിജക്റ്റഡ് ബൈ ഹിസ് beloved. He decided to write a letter to one of his inmates friends. Draft a likely letter. So ഇവിടെയും ഫ്രണ്ടിന് വേണ്ടിയാണ് എഴുതുന്നത്. So you have to always write informal letter. Okay, so now നമുക്ക് ഫോർമാറ്റ് പഠിക്കാമല്ലോ മാം. Okay, so now let's get into the format of this chapter, this letter writing. So next, okay, letter writing, informal letter. Informal letter എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ലെറ്റർ ആണ്. അപ്പോൾ ആദ്യം എന്താ, നേരത്തെ നമ്മൾ ഡയറി എൻട്രി പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഫോർമാറ്റ് അല്ലേ? അപ്പോൾ ഏത് റൈറ്റിംഗ് സെക്ഷൻ ആണെങ്കിലും അതിൻ്റെ ഓരോ എഴുതുന്ന ഫോർമാറ്റിന് അതിൻ്റെതായ മാർക്കുണ്ട്. ഇപ്പോൾ 5 മാർക്കിൻ്റെ ലെറ്റർ ആണെങ്കിൽ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1.5 മാർക്കിന് മിനിമം നമ്മുടെ ഫോർമാറ്റിന് തന്നെ വീഴും. അപ്പോൾ നമുക്ക് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം സെൻറ്റേഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ആരാണോ ലെറ്റർ എഴുതുന്നത് ആ ആളുടെ അഡ്രസ്സ് വേണം നമുക്ക് എഴുതാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു റൈറ്റ് ദ അഡ്രസ് ഓഫ് എ സെൻഡർ. ഓക്കെ, കത്ത് എഴുതുന്നത് ആരാണോ ആ ആളുടെ അഡ്രസ്സ് വേണം ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്യാനായിട്ട്. അതിനുശേഷം കുറച്ച് സ്പേസ് വിടാം. ദെൻ യു വാണ്ട് ടു മെൻഷൻ ദാറ്റ് ഡേറ്റ്, പർട്ടിക്കുലർ ഡേറ്റ്. നമ്മൾ എന്നാണോ ആ കത്ത് എഴുതുന്നത് അന്നത്തെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. ഡേറ്റിന് എങ്ങനെയാണ് ആ ഡേറ്റ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേണം നമ്മുടെ ഡേറ്റ് എഴുതുന്നത്. ചിലവരുണ്ട് ബാറിട്ട് 17 മാർച്ച്. പിന്നെ ചില ആൾക്കാർ നമ്മൾ പറഞ്ഞ പോലെ അബ്രിവിയേഷൻസ് യൂസ് ചെയ്യും. ഇപ്പൊ നവംബറിന് നവ്, സെപ്റ്റംബറിന് സെപ്റ്റ്, ഓഗസ്റ്റിന് ഓഗ്. നോ, യു ഹാവ് ടു റൈറ്റ് ദ ഫുൾ സെന്റൻസ്. ഫുൾ എങ്ങനെയാണോ ആ ഒരു മന്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ സെൻറ്റേഴ്സ് അഡ്രസ്സ് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് സ്പേസ് വിടാം. ആഫ്റ്റർ ദാറ്റ് യു വാണ്ട് ടു റൈറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റ്. ആ ഡേറ്റ് മെൻഷൻ ചെയ്യുക. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സ്പേസ് വിടാം. എന്നിട്ട് സല്യൂട്ടേഷൻ കൊടുക്കുക. നമുക്ക് നമ്മുടെ ഫ്രണ്ട്ലി ലെറ്റർ ആയതുകൊണ്ട്, നമ്മുടെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ ആയതുകൊണ്ട് യു ക്യാൻ യൂസ് ഡിയർ ഫ്രണ്ട്, ഓ മൈ ഡിയർ ഫ്രണ്ട്, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. യു ക്യാൻ യൂസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സല്യൂട്ടേഷൻസ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെ നമുക്ക് ആഡ് ചെയ്യാം. ബിക്കോസ് ഇത് നമ്മുടെ ഫ്രണ്ടിനെ എഴുതുന്ന ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മൾ എഴുതുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് പറയുന്ന ഒരു ലെറ്റർ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ സല്യൂട്ടേഷൻ ഡിയർ ഫ്രണ്ടോ, ഡിയറസ്റ്റ് ഫ്രണ്ടോ, ലവബിൾ ഫ്രണ്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ സല്യൂട്ടേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ അതിനുശേഷം ലെറ്ററിന്റെ ബോഡി എന്ന് പറയുന്നത് 3 സെക്ഷൻ ആയിട്ട്. അത് ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് അവിടെയാണ് എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആ മാറ്റർ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിലാണ്. ആൻഡ് തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കൺക്ലൂഷൻ പാരഗ്രാഫ്. നമ്മൾ ലെറ്റർ വൈൻഡ് അപ്പ് ചെയ്യുന്ന പാരഗ്രാഫാണ് കൺക്ലൂഷൻ പാരഗ്രാഫ്. അതിനുശേഷം നമ്മൾ ലെറ്റർ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എഴുതുന്ന യു വാസ് ലവിംഗ്, യു വാസ് സിൻസിയർലി അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതവിടെ നമുക്ക് കൊടുക്കാം. ദെൻ എസ് ഡി നെയിം.
എന്നുവെച്ചാൽ നമ്മുടെ സൈനും അതേപോലെ തന്നെ നെയിം. അപ്പോൾ ടോട്ടൽ ഇതാണ് നമ്മുടെ ലെറ്ററിന്റെ ഫ്രണ്ട്ലി ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു തവണയും കൂടി ടീച്ചർ പറയാം. ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത് അഡ്രസ് ഓഫ് ദ സെൻഡർ, അതായത് കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ് ആണ് ആദ്യം എഴുതേണ്ടത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ പറഞ്ഞു സ്പേസിന് പ്രാധാന്യമുണ്ട്. ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ഒരു ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടുത്ത ഫോർമാറ്റ് എഴുതാനായിട്ട്. സോ ആദ്യം എഴുതേണ്ടത് സെൻഡേഴ്സ് അഡ്രസ് ആണ്. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് പർട്ടിക്കുലർ ഡേറ്റ്, എന്നാണോ നമ്മൾ ആ കത്ത് എഴുതുന്നത് അന്നത്തെ ഡേറ്റ് വേണം അതിനകത്ത് മെൻഷൻ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഡിയർ, അതായത് സല്യൂട്ടേഷൻ ആണ്. പിന്നെ നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് ഇൻട്രഡക്ഷൻ പാരഗ്രാഫ്, അത് മോസ്റ്റ് കോമൺലി, അതായത് ഏത് ഫ്രണ്ട്ലി ലെറ്റർ വന്നാലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻട്രഡക്ഷൻ പാരഗ്രാഫ് ആണ് ടീച്ചേഴ്സ് അവിടെ നൽകിയിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഹൗ ആർ യു മൈ ഡിയർ, ഓക്കെ, ഹൗ ആർ യു മൈ ഡിയർ, നിനക്ക് സുഖമാണോ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് സെന്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹോപ്പ് യു ആർ ഫൈൻ, ഐ ആം വെരി ഹാപ്പി ടു റൈറ്റ് ദിസ് ലെറ്റർ, ഐ ഹാവ് സംതിങ് സ്പെഷ്യൽ ടു ഷെയർ യു, അല്ലേ? അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്, നിന്നോട് കുറച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. സോ ഇത് ഈ ഒരു 3 സെന്റൻസ്, 3, 4 അല്ലെ 3 or 4 സെന്റൻസസ് ഉണ്ട്. ഇത് ഏത് ഫ്രണ്ട്ലി ലെറ്റർ വന്നാലും ആസ് ആൻ ഇൻട്രഡക്ഷൻ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും. ഓക്കെ ആണല്ലോ? ദെൻ സെക്കൻഡ് പാരഗ്രാഫിലാണ് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ മാറ്റർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സെക്കൻഡ് പാരഗ്രാഫിലാണ്. ദെൻ കൺക്ലൂഷൻ പാരഗ്രാഫ്, ഇവിടെയും നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ, അത് ഏത് ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഐ ആം കൺക്ലൂഡിംഗ് മൈ വേർഡ്സ് ആൻഡ് ഹോപ്പിംഗ് ടു മീറ്റ് യു സൂൺ ഡിയർ, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ്. അതായത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഹോപ്പ് യു മീറ്റ് സൂൺ, നിന്നെ അധികം വൈകാതെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് കൺവേ മൈ റിഗാർഡ്സ്, എൻ്റെ അന്വേഷണം എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുക. ഇത് ഏത് ഫ്രണ്ട്ലി ലെറ്റർ വന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കൺക്ലൂഷനും അതേപോലെ തന്നെ കൊടുക്കാവുന്ന ഒരു ഇൻട്രഡക്ഷൻ പാരഗ്രാഫുമാണ് നമ്മൾ തന്നിരിക്കുന്നത്. സോ മക്കളെ, നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ആ കണ്ടന്റ് എന്താണോ നമുക്ക് ആ മാറ്റർ അത് മാത്രം മക്കൾ പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ഇത് രണ്ടും ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ഫ്രണ്ട്ലി ലെറ്റർ വന്നാലും ഈ ഇൻട്രഡക്ഷനും ഈ കൺക്ലൂഷനും കൊടുത്താൽ തന്നെ പകുതി മാർക്ക് നിങ്ങളുടെ കയ്യിൽ വീണ്, ബാക്കി പകുതി മാർക്ക് നിങ്ങളുടെ കയ്യിലുമാണ്. അതെ അതെ, ഓക്കെ. അതിപ്പോ എല്ലാ കുട്ടികൾക്കും ഡെഫിനറ്റ്ലി ഇഫ് ദേ നോ ദി സ്റ്റോറി, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സൂപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ നിമി ടീച്ചർ പറഞ്ഞ പോലെ സ്ഥലം പിശുക്കണ്ട, എത്ര സ്ഥലമുണ്ടോ നല്ല വീതിയായിട്ട് നല്ലോണം സ്പേസ് വിട്ട് തന്നെ എഴുതാം. ഓക്കെ, വൃത്തിയോടെ എഴുതാം ലെറ്ററൊക്കെ. ഒരിക്കലും തെറ്റ് വന്നാൽ അതിലിട്ട് ഇങ്ങനെ അല്ല ടീച്ചറെ മാർക്ക് ചെയ്ത് കളിക്കും ടീച്ചർ, അതിലെ കുട്ടികൾ അതിലിട്ട് പിന്നെ 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 നോ, ഒരു ലൈൻ വരച്ചാൽ മതി, അല്ലേ? ഒരൊറ്റ ലൈൻ വരച്ചാൽ മതി. സോ ദാറ്റ് ടീച്ചറിന് മനസ്സിലാവും തെറ്റാണ്, ഒരൊറ്റ ലൈൻ വരച്ചാൽ മാത്രം മതി. ആൻഡ് പിന്നെ പറഞ്ഞ പോലെ എന്താണ്, ലെറ്റർ കൃത്യമായിട്ട് എഴുതുമ്പോൾ അതനുസരിച്ച് ലൈനൊക്കെ വിട്ട് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ലൈനൊക്കെ വിട്ട് കൃത്യമായിട്ട് എഴുതാം. മാക്സിമം ലെറ്റർ തുടങ്ങുമ്പോൾ നിങ്ങളൊരു പുതിയ പേപ്പറിൽ നിന്ന് തുടങ്ങുക. സോ ദാറ്റ് യു ക്യാൻ കംപ്ലീറ്റ് ദ ഹോൾ ലെറ്റർ ഇൻ എ സിംഗിൾ പേജ്. അതൊറ്റ പേജിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫോർമൽ ലെറ്റർ, സോറി ഇൻഫോർമൽ ലെറ്റർ ഓക്കെ ആയി. അയ്യോ സോറി, ഇൻഫോർമൽ ലെറ്ററിന്റെ ആപ്പിൾ പോരട്ടെ. അതെ, യെസ്, ആപ്പിൾ ആൻഡ് ഫയർ. ഫ്രണ്ട്ലി ലെറ്റർ ഞങ്ങൾ ഇനി അടിച്ചു പൊളിച്ച് എഴുതിക്കോളാം എന്നുള്ളവര് പോരട്ടെ. വെരി നൈസ്, ഗ്രേറ്റ്. സന്തോഷ്. ഓക്കെ 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 തുഷാര. ഓക്കെ മക്കളെ, യെസ്. പിന്നെ നമുക്ക് അടുത്ത ലെറ്റർ, കാരണം ഇവർക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആയ ദ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇവർക്ക് ഒരു ഫോമൽ ലെറ്റർ പഠിക്കാനുണ്ട്. അവിടുത്തെ ഡ്യൂക്കിന് എഴുതുന്ന നമ്മുടെ പോഷ്യ അവിടെ വേഷം മാറി വന്ന് നമ്മുടെ അന്റോണിയോ രക്ഷപ്പെടുത്താൻ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഡ്യൂക്കിന് സമർപ്പിക്കുന്ന ഒരു ലെറ്റർ ഉണ്ട്. അത് ഫോമൽ ലെറ്റർ ആണ്, ഇറ്റ്സ് നോട്ട് ആൻ ഇൻഫോമൽ ലെറ്റർ, ഫ്രണ്ട്ലി ലെറ്റർ അല്ല, അതൊരു ഒഫീഷ്യൽ ലെറ്റർ ആണ്. അപ്പൊ ഇൻ കേസ് എക്സാമിന് എങ്ങാനും നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതേണ്ടി വന്നാൽ അതും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ അതിന്റെയും ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ പാർവതി മിസ് പറഞ്ഞുതരും. ഓക്കെ, സോ ഫോർമൽ ലെറ്റർ എന്താണ്? നമ്മൾ എപ്പോഴും ഒരു ഒഫീഷ്യലിന് എഴുതാം. അതായത് ഇപ്പോൾ എഡിറ്റർ ആവാം, ചിലപ്പോൾ മാനേജർ ആവാം, ടീച്ചർ പറഞ്ഞ പോലെ ഒരു ഡ്യൂക്ക് ആവാം. നമ്മളിപ്പോൾ ചാപ്റ്ററിൽ പഠിച്ച പോലെ ഒരു ഡ്യൂക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിലെ ഏറ്റവും വലിയ അധികാരിനെയാണ് നമ്മൾ ഡ്യൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂക്കിന് എഴുതുന്ന ലെറ്റർ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഒഫീഷ്യൽ ലെറ്റർ, അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ ആയിരിക്കും അത്. സോ സെൻഡേഴ്സ് അഡ്രസ്, എപ്പോഴും നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യം ആരാണോ ആ ലെറ്റർ എഴുതുന്നത് അദ്ദേഹത്തിന്റെ അഡ്രസ്സാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെയിം മിസ് പറഞ്ഞ പോലെ ലൈൻ വിടുക, അല്ലെ ടീച്ചറെ? ലൈൻ വിടുക, കൃത്യമായിട്ട് ലൈൻ വിട്ടിട്ട് ഡേറ്റ് എഴുതുക. ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ്, അതായത് 12th March 2021 അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അബ്രിവിയേഷൻസോ ഷോർട്ട് കട്ട്സോ ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെയും ലൈൻ വിടുക. പിന്നെ എഴുതേണ്ടതാണ് റിസീവേഴ്സ് അഡ്രസ്. ആരാണോ നമ്മുടെ ലെറ്റർ റിസീവ് ചെയ്യുന്നത്, ആരാണോ നമ്മുടെ ഈ ലെറ്റർ വായിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് എഴുതുക.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ട കാര്യമാണ് സാല്യൂട്ടേഷൻ. ഇവിടെ ഡിയർ പറ്റുമോ? പറ്റില്ല. ഇവിടെ ഡിയർ പറ്റാത്തതാണ് ബിക്കോസ് ഹീ ഈസ് നോട്ട് എ ഫ്രണ്ട്, ഹീ ഈസ് എൻ ഒഫീഷ്യൽ അല്ലേ. ഒരു മാനേജർ അല്ല ഒരു പ്രിൻസിപ്പളിനെ നമ്മൾ ഡിയർ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ് ഒരിക്കലും എഴുതില്ല. വി ഷുഡ് ഓൾവേസ് യൂസ് റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു സാല്യൂട്ടേഷൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. റെസ്പെക്റ്റഡ് സർ ഓർ റെസ്പെക്റ്റഡ് മാം. കൃത്യമായിട്ട് ജെൻഡർ നോക്കിയിട്ട് സർ ഓർ മാം എന്ന് ചേർക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് അത് കഴിഞ്ഞ ഒരു ലൈൻ വെട്ടിട്ടാണ് നിങ്ങൾ സബ്ജക്റ്റ് എഴുതേണ്ടത്. എന്താണോ മാറ്റർ നിങ്ങൾ ആ ഒരു ലെറ്ററിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ആ സബ്ജക്റ്റിന്റെ സ്ഥലത്ത് എഴുതുക. ഇപ്പോൾ സബ്ജക്റ്റ് എഴുതുമ്പോൾ നീട്ടി വലിച്ച് എഴുതരുത്. അതിനെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് എത്ര നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ പറ്റുമോ ആ ഒരു സെന്റൻസ് അതുപോലെ കുറച്ചിട്ട് എഴുതുക സബ്ജക്റ്റിൽ. ഓക്കെ, എപ്പോഴും ഒരു ഫ്രേസ് ആണ് സബ്ജക്റ്റിൽ എഴുതേണ്ടത് അല്ലേ. വലിയൊരു 2 ലൈനൊന്നും പാടില്ല. സബ്ജക്റ്റ് ഒരൊറ്റ ലൈനിൽ കംപ്ലീറ്റ് ആവണം. എന്ത് സബ്ജക്റ്റാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത്രയും വലിയൊരാളാണ്, ചിലപ്പോൾ ഹീൽ ബി എ ബിസി മാൻ. ഇപ്പോൾ ഡ്യൂക്ക് ആയാൽ പോലും ഹി ഹാസ് ദി എല്ലാ രാജാവിൻ്റെ ഒക്കെ ഒരു പവർ ഉള്ള ആളാണ്. സോ ഹി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്സ് അല്ലേ, വേറെ കുറേ വർക്ക് ഉള്ള ആളാണ്. സോ എപ്പോഴും ലെറ്റർ മൊത്തം വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ഈ സബ്ജക്റ്റ് വായിച്ചിട്ട് ആൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും അല്ലേ അല്ല ടീച്ചറെ. സോ സബ്ജക്റ്റ് അതനുസരിച്ച് പ്രിസൈസ് ആൻഡ് പെർഫെക്റ്റ് ആക്കി എഴുതുക സബ്ജക്റ്റ്. അതുപോലെ ബോഡി ഓഫ് ദ ലെറ്ററിലേക്ക് വരുമ്പോൾ പിന്നെയും പാരഗ്രാഫായിട്ട് തിരിച്ചിരിക്കുകയാണ് നിമ്മി ടീച്ചർ പറഞ്ഞ പോലെ. ലാസ്റ്റത്തിൽ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. നമ്മൾ ആരാണ്, എന്തിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്, ഒരു റീസൺ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ മാറ്ററിനെ ഡീറ്റെയിൽ ചെയ്യണം. എന്താണ് പ്രശ്നം, വാട്ട് ഇസ് ദ മാറ്റർ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ആ മാറ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തേർഡ് പാരഗ്രാഫിൽ നമ്മൾ കൺക്ലൂഡ് ആണ് ചെയ്യേണ്ടത്. എന്തൊക്കെ സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും, ഇത് പറ്റുമെങ്കിൽ ഇത് ചെയ്യൂ സർ പ്ലീസ്, അങ്ങനെ പറഞ്ഞ് കൺക്ലൂഷനിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യണം ആ ലൈൻസ് ബൈ ഗിവിങ് സം ഓഫ് ദി വേറെ കുറേ ഇത് കൊടുത്തിട്ട് കുറേ ആൻസേഴ്സ് അല്ല അത് ചെയ്യാൻ അതിന് ആ ഒരു മാറ്ററിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കൺക്ലൂഷൻസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് കോംപ്ലിമെന്ററി ക്ലോസ്. ഈ കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ഓക്കെ, നമ്മൾ ഫ്രണ്ട് ലെറ്റേഴ്സിൽ എഴുതില്ലേ യുവർ ലവിംഗ്ലി, യുവർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ വി ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ ഒഫീഷ്യൽ. സോ നമ്മൾ ആ ഒരു ഒഫീഷ്യൽ രീതിയിൽ തന്നെ ഇവിടെയും എഴുതണം. സോ കോംപ്ലിമെന്ററി ക്ലോസിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, യുവർ ഫെയ്ത്ത്ഫുള്ളി ഓർ യു ക്യാൻ യൂസ് യുവർ സിൻസിയർലി. ഓക്കെ, അങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കോംപ്ലിമെന്ററി ക്ലോസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ താങ്കിങ് യു, പിന്നെ സിഗ്നേച്ചർ ആൻഡ് യുവർ നെയിം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമൽ ലെറ്ററിൻ്റെ. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് സെൻഡേഴ്സ് അഡ്രസ്സ്, ദെൻ യു ഹാവ് ടു ഒരു സ്ഥലം വിടുക, ദെൻ ഡേറ്റ്, ദെൻ ഒരു സ്ഥലം വിടുക, റിസീവേഴ്സ് അഡ്രസ്, ദെൻ സാല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഏറ്റവും പ്രിസൈസ് ആയിട്ട് തന്നെ എഴുതി വെക്കുക. അതുപോലെ ബോഡി ഓഫ് ദ ലെറ്റർ 3 ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇസ് ദി ഇൻട്രൊഡക്ടറി പാർട്ട്, സെക്കൻഡ് ഇസ് ദി മാറ്റർ, നമ്മൾ ഡീറ്റെയിൽ ചെയ്യണം ആ മാറ്ററിനെ, ആൻഡ് തേർഡ് വൺ ഇസ് ദി കൺക്ലൂഷൻ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് പാരഗ്രാഫ്, ഓക്കെ, ദ ലാസ്റ്റ് വൺ ഇസ് ദ കൺക്ലൂഷൻ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടാമത്തേന് നമ്മൾ മാറ്ററിനെ ഡിസ്ക്ലോസ് ചെയ്യണം. എന്താണ് നമ്മുടെ മാറ്റർ പറഞ്ഞിരുന്നത്. ലാസ്റ്റ് കൺക്ലൂഷനിൽ നമ്മൾ കുറച്ച് ഐഡിയാസ് കൊടുക്കാം. ഇതൊക്കെ ചെയ്താൽ ഇത് ഓക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഐഡിയാസ് പ്രസന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ വി ഹാവ് ടു കൺക്ലൂഡ് ദി ലൈൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോംപ്ലിമെന്ററി ക്ലോസിൽ നമ്മൾ പറഞ്ഞ പോലെ യുവർ സിൻസിയർലി ഓർ യു ക്യാൻ യൂസ് യുവർ ഫെയ്ത്ത്ഫുള്ളി. അതല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ സിഗ്നേച്ചർ ആൻഡ് ദെൻ അവർ നെയിം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമൽ ലെറ്ററിലെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, സോ ഫോർമാറ്റ് ഷുഡ് ബി ക്ലിയർ ഇനഫ് ടു യു ബിക്കോസ് ഫോർമാറ്റിന് മാർക്കുണ്ട്. ഓക്കെ, അത് ഫ്രണ്ട്ലി ലെറ്റർ ആയാലും ശരി ഒഫീഷ്യൽ ലെറ്റർ ആയാലും ശരി ഫോർമാറ്റ് എഴുതുന്നതിന് 5 മാർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 മാർക്കിന് മിനിമം നിങ്ങൾക്ക് ഫോർമാറ്റിന് വീഴാതിരിക്കില്ല. പിന്നെ ഏത് ലെറ്റർ ആണെങ്കിലും അത് ഫ്രണ്ട്ലി ലെറ്റർ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഒഫീഷ്യൽ ലെറ്റർ ആയിക്കോട്ടെ, നമ്മുടെ ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറയുമ്പോൾ ഓർക്കുക 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, കണ്ടന്റ് പാരഗ്രാഫ്, കൺക്ലൂഷൻ പാരഗ്രാഫ്. അത് 2 ലെറ്റർ ആയിട്ടും കമ്പൾസറി ആണ്. 3 പാരഗ്രാഫ് ആയിട്ട് വേണം നമ്മുടെ ബോഡി ഓഫ് ദ ലെറ്റർ വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഏത് ലെറ്റർ വന്നാലും നമുക്കിനി ഫോർമാറ്റ് മാറിപ്പോവാതെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ അത് ചെയ്യും എന്നുറപ്പുള്ളവര് പോരട്ടെ. നമ്മുടെ ഫയർ ആൻഡ് ആപ്പിളിന്റെ പോരട്ടെ, ആപ്പിളും ഫയർ ഒക്കെ പോരട്ടെ. കം ഓൺ, ഗ്രേറ്റ്. ഓക്കെ മിഥുന. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ടു ജംബിൾഡ് ഓർഡർ. അതായത് ഈ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. മെർച്ചന്റ് ഓഫ് ദി വെനീസ് ആണ് ഏറ്റവും കൂടുതൽ ജംബിൾഡ് ഓർഡറിൽ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ. അത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ പർട്ടിക്കുലർ ചാപ്റ്റർ എടുത്തിട്ട് അതിൽ ഇൻസിഡൻസ് ഇങ്ങനെ ഓർഡർ തെറ്റി നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിന്റെ സമ്മറി അറിയാം അല്ലെങ്കിൽ ആ കഥയിലെ ഇൻസിഡൻസ് കറക്റ്റ് ആയിട്ട് അറിയാം എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ
കറക്റ്റ് ആയിട്ട് ഇതിപ്പോൾ ഒരു 5 മാർക്കിൻ്റെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. 5 സെന്റൻസ് ഉണ്ട്. ആ 5 സെന്റൻസും ഓർഡറിലാക്കി ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ട് വേണം നിങ്ങൾ അത് എഴുതാനായിട്ട്. സോ ഈസിലി നിങ്ങൾക്ക് അത് എന്ത് കിട്ടും, ആ 5 മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജംബിൾഡ് ഓർഡർ ലൈക്ക് ക്വസ്റ്റ്യൻസ്. അതുപോലെ ആൻസേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഒരു ഓർഡർ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു സാധനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർഡർ ഓട്ടോമാറ്റിക്കലി വരും. ബിക്കോസ് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, നമുക്ക് സമ്മറി അറിയാം, എന്ത് എപ്പോഴാണ് നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ ആ ഒരു കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 5 കൊടുത്തിരിക്കുന്ന 5 ലൈൻസ് നമ്മൾ പാരഗ്രാഫിലേക്ക് മാറ്റുക. ജംബിൾഡ് ആണ്, അത് നമുക്ക് ഓർഡറിൽ പാരഗ്രാഫ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുൾ മാർക്ക് ഉറപ്പാണ് അല്ലെ ടീച്ചർ? ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ടാസ്ക് ആണ്. ഇനി ഇത് നിങ്ങളൊന്ന് കറക്റ്റ് സീക്വൻസിൽ ഒന്ന് ആക്കി തന്നെ. നിങ്ങൾ ജസ്റ്റ് ABCDE ആ ഒരു ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, അതിന്റെ കറക്റ്റ് ഓർഡർ എന്തായിരിക്കണം എന്നുള്ളത് ഒന്ന് വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. വേഗം ആവട്ടെ. ഓക്കെ, കം ഓൺ, ഗ്രേറ്റ്. ഓക്കെ, ബി ആണ് ആദ്യം വരുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് തുഷാര. ദാറ്റ് ആൻസർ ഈസ് കറക്റ്റ്. ബി ആണ് ആദ്യം വരുന്നത്. ഓക്കെ, ശേഷം ആഫ്റ്റർ ദാറ്റ് ഓക്കെ അഗൈൻ തുഷാര ആൻഡ് അമ്പിളി മനോജ്. ഓക്കെ, B E. Okay, yes, very nice. Before and then nice, great. B കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? Yes, great. C ആണ്. Again തുഷാരാണ് ആദ്യം ആൻസർ ഒന്ന് പറയാൻ കേട്ടോ നമ്മുടെ അടുത്ത്. Yes, C ആണ്. Miduna is also there. Great. Then after that okay, C കഴിഞ്ഞിട്ട് A E C A D. B E C A D. Okay, B E C A D എന്ന് പറയുന്നത് ആരാണ്? Okay, B E C A D. Okay, Pavitra. Great. Correct ആണ് മോളെ, കറക്റ്റ് സീക്വൻസ് ആണ് തന്നത്. Okay, very nice. അപ്പോൾ നമ്മുടെ ഈ ഇൻസിഡൻസ് നമുക്കിത് ഏത് ചാപ്റ്റർ ആണ്, ഇതിപ്പോ മാസ്റ്റർ ഓഫ് വെനീസ് ആണ്. ഇനി അതല്ല ദ ലാസ്റ്റ് ലീഫോ അതല്ലെങ്കിൽ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്, അതിലെ സീക്വൻസ് ഇതേപോലെ നമുക്ക് ഓർഡർ തെറ്റി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ കറക്റ്റ് ഓർഡർ ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് അതൊരു ഒരൊറ്റ പാരഗ്രാഫ് എഴുതണം അറിയണമെങ്കിൽ വി ഷുഡ് റീഡ് ദാറ്റ് passages of stories very well. Okay, നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ വെറുതെ ഡിസ്കോഴ്സ് മാത്രമല്ല ആ പർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും നല്ലതുപോലെ വായിച്ചിട്ടും കൂടി വേണം എക്സാമിന് നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റിലേക്ക് പോകാം അല്ലേ. സോ നെക്സ്റ്റ് വൺ ഇസ് അഗെയിൻ നമുക്ക് കണ്ടോ ഇതിപ്പോൾ 2 വർഷമായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. മെർച്ചന്റ് ഓഫ് ദി വെനീസ് തന്നെയാണല്ലേ നെക്സ്റ്റ് പിന്നെ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ റിപ്പീറ്റഡ് ആണ്. അപ്പൊ മക്കളെ കഥ നല്ലതുപോലെയൊക്കെ മനസ്സിലാക്കി വെക്കുക. നാളെ ഒരു പക്ഷേ മേ ബി നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ മെർച്ചന്റ് ഓഫ് വെനീസിൽ നിന്ന് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പ്രതീക്ഷിക്കാം. ഗ്രേറ്റ്, ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇതും സെയിം തന്നെയാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പോൾ മക്കളെ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ടൈമിൽ നിന്നാവാം, സെക്കൻഡ് ടൈമിൽ നിന്നാവും, ഈവൻ നമ്മുടെ ലാസ്റ്റ് 2 യൂണിറ്റ്സിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ എന്താണ് സീക്വൻസ് ഒക്കെ തിരിച്ച് യെസ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓർഡർ തെറ്റി നമുക്ക് അതിൽ ഇൻസിഡൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കഥ എല്ലാ ചാപ്റ്റേഴ്സും കറക്റ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടാവും. അതിൽ ഓരോ ഇൻസിഡൻസും ആ ഓർഡറിൽ തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ 5 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ ആണെങ്കിൽ കമോൺ ഈ ഒരു സ്റ്റൈൽ പോരട്ടെ അല്ലേ ടീച്ചറെ? നമുക്ക് മാറ്റി പിടിക്കാം അല്ലേ? ഈ ഒരു സ്റ്റൈൽ പോരടിക്കാം. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ആപ്പിൾ മതി. ആപ്പിൾ മതിയാ? യെസ്. സന്തോഷ്. സൗമ്യ, ഗ്രേറ്റ്. സൗമ്യ ഓക്കെ ഓക്കെ, നൗ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് നോട്ടീസ്. നോട്ടീസിലും ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ഫോർമാറ്റ് ഉള്ള ഒരു കാര്യം കൂടെയാണ് നോട്ടീസ്. അപ്പൊ നോട്ടീസ് നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നോട്ടീസ് തുടങ്ങാൻ വേണ്ട പകുതി 3/4 ഭാഗം അവർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അവർ ആകെ മെൻഷൻ ചെയ്യുന്നത് എവിടെ നടക്കുന്നു, എപ്പോ നടക്കുന്നു, അതുപോലെ തന്നെ എന്ന് നടക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ മാത്രം, ഈ 3 കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടീസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. സോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് decided to enact the skit based on the Nightingale and the Rose. You being the secretary of a club are asked to prepare a notice to invite all to watch it. As a
സെക്രട്ടറി ഓഫ് ദ ക്ലബ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന നമ്മുടെ ഷോർട്ട് സ്റ്റോറി ഒരു എന്താണ് സ്കിറ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. സോ അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ആസ് എ സെക്രട്ടറി ഓഫ് ദ ക്ലബ്, അപ്പോൾ നമുക്കൊരു ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ട് സെക്രട്ടറി ആണ് എന്നുള്ളത്. സോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട്, ഇംഗ്ലീഷ് ക്ലബ്ബ് ആ നോട്ടീസ് തയ്യാറാക്കാനായിട്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു നോക്കാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ് ദ സ്റ്റോറി ദ മർച്ചന്റ് ഓഫ് വെനീസ്. ബീയിങ് ദ സെക്രട്ടറി ഓഫ് ദ ക്ലബ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടു ഓൾ വാച്ച് ഇറ്റ്. സോ ഡ്രാഫ്റ്റ് എ നോട്ടീസ്. അപ്പോൾ ഇത് രണ്ടും ആ കഥയെ ഡ്രാമയാക്കി അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് റൈറ്റിങ്ങിലും ഇതും എന്താണ് ഫോർമാറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തെല്ലാം പർട്ടിക്കുലർ കാര്യങ്ങളാണ് അത് മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പ്രോഗ്രാം ലിസ്റ്റ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ദ നോട്ടീസ്. ഓക്കെ, നമ്മൾ ഇനി അതിന്റെ ഫോർമാറ്റ് നോക്കാം അല്ലേ മാം? യെസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോട്ടീസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, കൂടുതൽ കലകളൊന്നും ചെയ്യേണ്ട അല്ലേ ടീച്ചർ? ഒരു നോർമൽ ബോക്സ് വിത്ത് സെയിം കളർ, ഏത് ഇങ്കാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഇങ്ക് വെച്ചിട്ട് തന്നെ സെയിം ഒരു ബോക്സ് വരയ്ക്കുക അല്ലേ? 2-3 ഇങ്കൊന്നും യൂസ് ചെയ്യണ്ടല്ലേ ടീച്ചർ? ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ നോട്ടീസ്. നോട്ടീസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, സ്റ്റാർട്ടിങ് സെൻട്രലായിട്ട് നോട്ടീസ് എന്ന് എഴുതുക. നെക്സ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദിസ് നെയിം ഓഫ് ദ സ്കൂൾ. ഇപ്പോൾ നെയിം ഓഫ് ദ സ്കൂൾ കൊടുത്തിട്ടില്ലെങ്കിൽ ABCD സ്കൂൾ അല്ലേ ടീച്ചർ? ABCD സ്കൂൾ ആൻഡ് ദെൻ യു ക്യാൻ റൈറ്റ് എനി പ്ലേസ്, ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതിയാൽ മതി. കൊച്ചി എഴുതിയാലും കാലിക്കറ്റ് എഴുതിയാലും നോ പ്രോബ്ലം. ദെൻ യു ഹാവ് ടു മെൻഷൻ എന്താണോ പ്രോഗ്രാം നടക്കുന്നത്. ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ യു ഹാവ് ടു മെൻഷൻ ദ പ്രോഗ്രാം. ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോഗ്രാം ആണ്. ഓക്കെ അല്ലേ? ദെൻ ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രണ്ട്സ്. നമ്മളെപ്പോഴും ഒരു കാര്യം ഒരാളോട് പറയുകയാണല്ലേ നമ്മൾ, സോ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഫ്രണ്ട്സ് എന്ന് യൂസ് ചെയ്യുക. ഫ്രണ്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ മാറ്ററുകൾ എഴുതണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും ടീച്ചർ, ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ. ഇനി ഇത് തുടങ്ങി ഈ ഒരു കളറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ടത്. അതായത് at 10 AM on 20th May 2023 at സ്കൂൾ ഓഡിറ്റോറിയം. അതായത് വെറും ടൈം, ഡേറ്റ് ആൻഡ് സ്ഥലം, അതായത് വെന്യൂ മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ബാക്കി എല്ലാവരും ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ആരാണോ ആ ഇനാഗ്രേറ്റ് ചെയ്യുന്ന, ആ ഒരു ഫംഗ്ഷൻ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ആരാണോ അതും ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ ടീച്ചർ? സോ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, പോപ്പുലർ ഫിലിം മേക്കർ, വിൽ ഇനാഗ്രേറ്റ് ദ പ്രോഗ്രാം. ഓൾ ആർ വെൽക്കംഡ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഒരു നോട്ടീസ് എഴുതേണ്ടത്. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് സെക്രട്ടറി ഓഫ് ഇംഗ്ലീഷ് ക്ലബ്, സിഗ്നേച്ചർ, താഴെ കൃത്യമായിട്ടുള്ള ഡേറ്റ് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡേറ്റും സെയിം ആവാൻ പാടില്ല അല്ലേ? ഡേറ്റ് എഴുതി കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ. സോ എപ്പോഴും അതൊരു കാര്യം ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, ഈ ഒരു ഡേറ്റും ഒരു സമയത്തും അത് ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ഒരു 5-6 ദിവസത്തിൻ്റെ ഗ്യാപ്പ് എങ്കിലും വേണം. ബിക്കോസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണ ആൾക്കാർ ഒരു നോട്ടീസ് ത്രൂ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, പ്ലീസ് ഡു അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. സോ മേക്ക് ഷുവർ ദാറ്റ് ദീസ് 2 ഡേറ്റ്സ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, ചില എക്സാംസിൽ പ്രോഗ്രാം ലിസ്റ്റ് ചോദിക്കാറുണ്ട് അവർ. പ്രോഗ്രാംസിൽ ഒന്നുമില്ല, കൃത്യമായിട്ട് ഒരു പ്രോഗ്രാം ലിസ്റ്റ് ഔട്ട് ചെയ്യണം എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉണ്ടാവുന്നത്. സോ സർ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ പ്രോഗ്രാം ലിസ്റ്റ് ഇതാണ്. പ്രോഗ്രാം എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് എന്നാണോ ആ പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മളവിടെ പറഞ്ഞ 20th May ആണ്. സോ 20th May 2020 എന്ന് മെൻഷൻ ചെയ്യുക. ദെൻ യു ഹാവ് ടു റൈറ്റ് എപ്പോഴാണ് ആ പ്രോഗ്രാം തുടങ്ങുന്നത്, ആ ഒരു ടൈം മെൻഷൻ ചെയ്യുക. ഓക്കെ, എനി ടൈം ഇസ് ഫൈൻ. ദെൻ വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം ഓർ സ്കൂൾ ഗ്രൗണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, വെന്യൂ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. അതുപോലെ പ്രെയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗുറേഷൻ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, നാഷണൽ ആന്തം, ഇതൊക്കെ കോമൺ ആയിട്ടൊരു പ്രോഗ്രാമിൽ കണ്ടുവരുന്ന സീക്വൻസ് ഓഫ് പ്രോഗ്രാം ആണിത്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് ഓൾ ദീസ് പ്രോഗ്രാംസ്. ഓക്കെ, വെന്യൂ, prayer, welcome speech, presidential address, inauguration, felicitation, vote of thanks and national anthem. ഓക്കെ, കൃത്യമായിട്ട് ഈ ഒരു ഓർഡറിൽ എഴുതി പോവുക. ദിസ് ഈസ് ദി പ്രോഗ്രാം ലിസ്റ്റ്. ഇനി ആഡ് ഓൺ. യെസ് സാറേ, മറ്റേ സ്ലൈഡ് ഒന്നും കൂടി വന്നിട്ട് സാറേ നോട്ടീസിൻ്റെ. ഓക്കെ മക്കളെ, അപ്പോൾ പാർവതി മിസ് പറഞ്ഞതുപോലെ നോട്ടീസ് നമ്മൾ എഴുതുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറ്റ് വെച്ചിട്ട് വേണം, പ്രിപ്പോസിഷൻ അറ്റ് യൂസ് ചെയ്തിട്ട് വേണം ടൈം മെൻഷൻ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ആൻഡ് ദെൻ പ്ലേസ്, മിക്ക ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കൂൾ ഓഡിറ്റോറിയം തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇൻ സ്കൂൾ ഓഡിറ്റോറിയം എഴുതിയാലും അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം എഴുതിയാലും ഇറ്റ്സ് കറക്റ്റ് ആണ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നുകിൽ ഇൻ അതല്ലെങ്കിൽ അറ്റ് എന്ന് ചേർക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കുന്ന ടീച്ചേഴ്സ് കറക്റ്റായിട്ട്
പോകുന്നതും ആ ഒരു പ്രിപ്പോസിഷനിലായിരിക്കും അവരുടെ പെന്നിന്റെ ആ ഒരു നിബ് പോകുന്നത്. അപ്പോൾ ആദ്യം എഴുതേണ്ട ആ ഒരു ഹെഡിങ്, നോട്ടീസ് എന്നുള്ള ഹെഡിങ്, നമ്മുടെ സ്കൂളിന്റെ പേര്, സല്യൂട്ടേഷൻ, കാര്യങ്ങളൊന്നും മാറിപ്പോകരുത്. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഡേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ, അതായത് പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ് എപ്പോഴും ഒരു 3-4 ദിവസത്തിന് ശേഷമുള്ള ഡേറ്റ് വേണം നമ്മൾ കണ്ടന്റിൽ മെൻഷൻ ചെയ്യാനായിട്ട്. അറ്റ് എൻഡ് ഓഫ് ദ നോട്ടീസിന്റെ അവസാനം നമ്മൾ അഗെയിൻ ഒരു ഡേറ്റും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നോട്ടീസ് തയ്യാറാക്കുന്ന ദിവസത്തെ ഡേറ്റ് വേണം എഴുതാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ദെൻ പ്രോഗ്രാം ലിസ്റ്റ് ഒന്ന് കാണിച്ചു സാറേ. പ്രോഗ്രാം ലിസ്റ്റിൽ നമ്മളിവിടെ ടൈം, വെന്യൂ, അതേപോലെ തന്നെ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നത്. ചിലവരുണ്ട് പ്രോഗ്രാം ലിസ്റ്റ് അല്ലെങ്കിൽ എഴുതി വെറുതെ ഒരു ബോക്സ് വരച്ച് പ്രോഗ്രാം എഴുതി അതുപോലെ തന്നെ പ്രെയർ തുടങ്ങി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോട്ടീസിന്റെ കണ്ടന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഡേറ്റ്, ടൈം, വെന്യൂ അത് കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഇവിടെ എടുത്തത്. ഇവിടെ നമുക്ക് പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല, പക്ഷെ അവിടെ എന്താണോ നമ്മൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്, ഫംഗ്ഷൻ നടക്കുന്ന ഡേറ്റ് എന്താണോ ആ ഡേറ്റ് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ഫംഗ്ഷൻ നടക്കുന്ന സമയം എന്താണോ നമ്മൾ നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ടൈം വേണം ഇവിടെ പ്രോഗ്രാം ലിസ്റ്റിൽ കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് വെന്യൂവിന്റെ കാര്യം. അതേപോലെ പ്ലേസ് ഏതാണോ നമ്മുടെ നോട്ടീസിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ വേണം നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ട് വേണം പിന്നെ നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റ് ഏതൊക്കെയാണ് പ്രോഗ്രാംസ് എന്നുള്ളത് നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം ലിസ്റ്റ് എഴുതുന്ന ആ ഒരു ഫോർമാറ്റ്. അപ്പോൾ വെറുതെ ബോക്സ് വരച്ച് പ്രോഗ്രാം എഴുതി പ്രോഗ്രാം ലിസ്റ്റ് എഴുതരുത്. ഈ 3 കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. പിന്നെ എഴുതുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ വരച്ച് എഴുതാൻ നോക്കുക. അപ്പം ഇനി നോട്ടീസ് വന്നാൽ ഓക്കെ ആയിരിക്കുമല്ലേ? എന്താണ് സ്റ്റെപ്പ് അല്ലേ? എന്റെ കയ്യെത്തില്ല, ഞാനിങ്ങനെ കൈ നീട്ടി കഴിഞ്ഞാൽ പാർവതി അപ്പുറത്തോട്ട് പോകും. ഓക്കെ 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 ഗ്രേറ്റ്. ഓക്കെ പവിത്ര, ഭദ്ര, ഗൗസ്, ഗൗരി, ഓക്കെ ഓക്കെ ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ സോ സന്തോഷം മക്കളെ, നിങ്ങളും അതൊക്കെ തന്നെ നമുക്ക് ചെയ്ത്. അതെ തീർച്ചയായും. ഓക്കെ ഓക്കെ സോ നൗ വി ഹാവ് വൺ മോർ ടോപ്പിക് ഇൻ ദ റൈറ്റിംഗ് സെഷൻ, ദാറ്റ് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട്. ന്യൂസ് റിപ്പോർട്ട് എല്ലാവരും പേപ്പർ കാണുന്ന ആൾക്കാരായിരിക്കും. സോ ഡെഫിനറ്റ്ലി ന്യൂസ് എങ്ങനെ എഴുതുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ടീച്ചറെ. എപ്പോഴും ന്യൂസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന എന്താണ്, ഒരു വലിയ ഹെഡിങ് ഉണ്ടാവും അല്ലേ, ദിസ് ഹാപ്പൻഡ്, അല്ലെങ്കിൽ ഗഗൻയാൻ മിഷൻ സക്സസ്ഫുള്ളി ഡൺ, അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഒരു ടോപ്പിക് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയ ടോപ്പിക്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ന്യൂസ് റിപ്പോർട്ട് എഴുതുന്നത്. കോമൺ ആയിട്ട് ന്യൂസ് റിപ്പോർട്ട് ചോദിക്കുന്നത് ഷിപ്പ് റെക്ട് സെയിലർ എന്നൊരു ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ സോ ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ് ഹൂ വെയർ വാഷ്ഡ് ഓവർബോർഡ് ഡ്യൂറിംഗ് എ സ്റ്റോം ഇൻ ദ മിഡിൽ ഓഫ് കരീബിയൻ സീ. The media reported the news of the shipwreck with a great importance. Prepare a likely news report. അപ്പോൾ നമ്മൾ ന്യൂസ് റിപ്പോർട്ടാണ് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ സോ കം ഓൺ. സോ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ സോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൊളംബിയൻ നേവി ഷിപ്പ് റെക്ഡ്. ഓക്കെ അതാണ് നമ്മുടെ ന്യൂസിലെ പ്രധാനമായിട്ടുള്ള കാര്യം. സോ യു ഷുഡ് റൈറ്റ് ഇറ്റ് ആസ് യുവർ ഹെഡിങ്, കൊളംബിയൻ നേവി ഷിപ്പ് റെക്ഡ്. ഓക്കെ അതുപോലെ മൊബൈൽ അൽബാമ ഫെബ്രുവരി 28. എപ്പോഴും സ്ഥലം എഴുതുക, അത് കഴിഞ്ഞിട്ട് ഡേറ്റ് എഴുതുക. ഓക്കെ ഈ സ്ഥലവും ഡേറ്റും എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ സംഭവം തുടങ്ങുന്നത് അല്ലേ ടീച്ചർ? ഓക്കെ ദെൻ the Colombian Navy ship 𝐘𝐨𝐿 was wrecked in the terrible storm yesterday in Caribbean Sea while sailing from Alabama to USA to Colombia. Okay, it is reported that 4 sailors drowned and 1 survived. The Colombian Navy has ordered an inquiry. കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ എന്താണ് സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ അപ്പോൾ ഇവിടെ കൊളംബിയൻ നേവി ഷിപ്പിനാണ് സംഭവം. പിന്നെ കൊളംബിയൻ നേവി ഷിപ്പിന്റെ പേര് മെൻഷൻ ചെയ്യുക, 𝐘𝐿. ഓക്കെ ഇറ്റ് വാസ് റെക്ഡ്. എന്തുകൊണ്ടാണ് റെക്ക് ആയത്? ബിക്കോസ് ഓഫ് ദി ടെറിബിൾ സ്റ്റോം വിച്ച് ഹാപ്പൻഡ് ഇൻ ദി കരീബിയൻ സീ. റീസൺ കൊടുക്കുക, എന്തുകൊണ്ട്. വെറുതെ ഒരു ഷിപ്പ് റെക്കാവില്ല, ദെയർ വിൽ ബി സം പെർട്ടിക്കുലർ റീസൺ. അപ്പോൾ ഇതിന്റെ റീസൺ ആയിരുന്നു ടെറിബിൾ സ്റ്റോം. ഓക്കെ അത് കഴിഞ്ഞിട്ട് വൈൽ സെയിലിംഗ്, എത്ര കാഷ്വാലിറ്റീസ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്യുക, എത്ര ആൾക്കാർ ഡ്രൗൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റണമെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് കണ്ടിട്ടില്ല, എപ്പോഴും ഒരു ആക്സിഡന്റ് ന്യൂസ് റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് എവിടെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, ആർക്കൊക്കെ പരിക്കുണ്ട്, ഏതൊക്കെ ജില്ലാ ആശുപത്രിയിലാണ് അവർ കിടക്കുന്നത്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അവരിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിടുക. ഇത് മാത്രമാണ് നമ്മുടെ ന്യൂസ് റിപ്പോർട്ടിലുള്ളത്. ഇതിലും ഫോർമാറ്റ് ഉണ്ട്, കറക്റ്റായിട്ട് ബോൾഡ് ലെറ്റേഴ്സിൽ ഇത് എഴുതുക. ഓക്കെ ഈ ഒരു കൊളംബിയൻ നേവി ഷിപ്പ് റെക്ഡ്. ഓക്കെ ഇതാണ് നമ്മുടെ ടോപ്പിക്, ഹെഡിങ് ഇതാണ്. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൊബൈൽ അൽബാമ ഫെബ്രുവരി 29 ഇത് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ അൽബാമ ഫെബ്രുവരി 29 സ്ഥലത്തിന്റെ പേരും ഫെബ്രുവരി 29 എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് എഴുതുക. ഓക്കെ
ക്ലിയർ അല്ലേ? ഓക്കെ അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് വെൽ ക്ലിയർ ആയിട്ടുണ്ടാവും മക്കൾക്ക്. കറക്റ്റ് ആയിട്ട് ഹെഡിങ് ഉണ്ടായിരിക്കണം, പ്ലേസ് ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം. ഡേറ്റ് എഴുതിയിട്ട് പ്ലേസ് എഴുതരുത്, പ്ലേസ് ഡേറ്റ്. ആ ഓർഡർ മക്കൾ വിട്ടു പോകരുത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്, ന്യൂസ് റിപ്പോർട്ടിൽ കൊടുക്കുന്ന കണ്ടന്റിൽ എപ്പോഴും വാട്ട്, എവിടെ, എന്ത്, എങ്ങനെ, ആ ഒരു സംഭവങ്ങൾ ആ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു കൺക്ലൂഷൻ, അതായത് ഫ്യൂച്ചറിൽ അവർ എന്ത് ഡിസിഷൻ ആണ് എടുത്തിരുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം നേവി സ്റ്റാർട്ടഡ് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ വേറെ എന്തെങ്കിലും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റാർട്ടഡ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഭാവിയിൽ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ വേണ്ടിയിട്ട് അവര് ഏറ്റെടുക്കുന്ന എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഏത് റൈറ്റിംഗ് സെക്ഷൻ ആണെങ്കിലും ബോക്സിൽ വേണം നമ്മളത് മെൻഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യം എന്റെ മക്കൾ വിട്ടുപോകരുത്. ഓക്കെ, സോ ന്യൂസ് റിപ്പോർട്ട് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ഓൺ ടു വേർഡ് പിരമിഡ്. സിമ്പിളും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വേൾഡ് പിരമിഡ്. ഓക്കെ, വേൾഡ് പിരമിഡ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. വേർഡ്, അതായത് ഫ്ലവർ, ദ ഫ്ലവർ, ദ യെല്ലോ ഫ്ലവർ, ദ യെല്ലോ ഫ്ലവർ ഇൻ മൈ ഗാർഡൻ. കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യങ്ങളാണ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങളൊരു വേർഡ് തരാണ്, ഹൗസ് അല്ലെ ടീച്ചറെ? ഹൗസ് ആണ് വേർഡ്. ഇനി നിങ്ങൾ ഒരു സെന്റൻസ് ആക്കി പറഞ്ഞിട്ടെ. ഫസ്റ്റ് നൗൺ പറഞ്ഞായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു മോഡൽ. ഈ മോഡൽ പാറ്റേൺസ് ഇപ്പൊ ഒരു 3-4 വർഷം റിപ്പീറ്റ് ചെയ്ത് പാറ്റേൺ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. എന്നിട്ട് ഒരു പർട്ടിക്കുലർ വേർഡും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ വേർഡ് വെച്ചിട്ട് ഇതേപോലെ ഒരു വേർഡ് പിരമിഡ് നിങ്ങൾ തയ്യാറാക്കണം. സെയിം ആ മോഡൽ പോലെ തന്നെ. ഇപ്പൊ നമ്മൾ കണ്ട് ഫ്ലവറിന്റെ ആണ് അല്ലെ. അപ്പൊ ഫ്ലവർ കണ്ടു, ദ ഫ്ലവർ, ഫ്ലവർ, ദ ഫ്ലവർ, പിന്നെ എന്താണ് കാണിച്ചത്? ഫ്ലവർ ഇൻ മൈ ഗാർഡൻ, ഫ്ലവർ ഇൻ മൈ ഗാർഡൻ. ഓക്കെ, അപ്പൊ അതേപോലെ ഇപ്പൊ ഞങ്ങൾ ഒരു യെസ്, ദ യെല്ലോ ഫ്ലവർ, ദ യെല്ലോ ഫ്ലവർ ഇൻ മൈ ഗാർഡൻ. ഓക്കെ, അപ്പൊ 4 സെറ്റ് സെന്റൻസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇപ്പൊ പാർവതി മിസ് പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ ഒരു വേർഡ് തരണ്ട്, ഹൗസ്. ടീച്ചർ ആൻസേഴ്സ് വന്നു തുടങ്ങി. യെസ്, എവിടെ? ഹൗസ്, ദ ഹൗസ്, ദ ഹൗസ്. ഓക്കെ, ദ ബിഗ് ഹൗസ്, ദ ബിഗ് ഹൗസ്. ഓക്കെ, ഗ്രേറ്റ്. ദ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ഹൗസ്. ഓക്കെ, നമ്മുടെ ഓക്കെ, house, the house, the beautiful house, the beautiful house in Thrissur. Okay, the beautiful house in Thrissur. Okay, super. They are very nice, very good. അവിടെ വന്നിട്ടുണ്ട്. Okay, house, the house, the big house, the big round house എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോഴും നമ്മുടെ ആ ഒരു ഇതിലേക്ക് വന്ന ലാസ്റ്റ് സെന്റൻസ് എവിടെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഓക്കെ, എന്നാലും ഏകദേശം ഒരു ഐഡിയ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഓർഡർ അവർ അയച്ചു തന്നോട്ടായിട്ട്. ഓക്കെ, അപ്പൊ വേർഡ് പിരമിഡ് ഒരിക്കലും വിട്ടുകളയരുത്. അതെങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഓർഡർ, അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, തിരിച്ചെഴുതുക. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ആ വേർഡ് എന്താണോ ആ വേർഡ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് എഴുതി വെച്ചാൽ മതി. മിനിമം ഒരു 4 മാർക്കെങ്കിലും നമുക്ക് അതിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വിട്ടുപോകരുത്, സിമ്പിൾ ആണ്. ഓക്കെ, വെരി നൈസ്. അപ്പൊ നമ്മുടെ പോർഷൻസ് കഴിഞ്ഞല്ലോ, നമ്മുടെ ഇത് കഴിഞ്ഞല്ലേ ടീച്ചറെ, വേർഡ് പിരമിഡ് കഴിഞ്ഞു നമ്മുടെ. ഓക്കെ മക്കളെ, പിന്നെ പോയിറ്റിക്കൽ ഡിവൈസും കാര്യങ്ങളൊക്കെ ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അപ്രീസിയേഷൻ 8ാം ക്ലാസ്സുകാർക്ക് സാധാരണ അങ്ങനെ അപ്രീസിയേഷൻ ചോദിച്ച് കാണാറില്ല. നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയം തന്നിട്ട് അത് വായിച്ചിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് എൻ്റെ മക്കൾക്ക് എഴുതാനായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് അപ്രീസിയേഷൻ 8ാം ക്ലാസ്സിൽ ഇതേവരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആനുവൽ എക്സാമിനും ആ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. അപ്പോ പിന്നെ ചില കുട്ടികൾ സിമിലി എന്താണ് ചോദിക്കുന്നുണ്ടായിരുന്നു, മെറ്റഫർ നമ്മൾ ജസ്റ്റ് പറയാം. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് നമുക്ക് തരുന്ന ഒരു പോയത്തില്, നമുക്ക് റീഡിംഗ് പാസേജ് ആയിട്ട് തരുന്ന ഒരു പോയത്തില് അതിന് മെറ്റഫർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ സിമിലി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. യെസ്, ഓഫ് കോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം തന്നെയാണ്. സോ മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും മറ്റൊന്നുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ്. അതായത് ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്ന് പറയുന്ന 2 വേർഡ് ഇല്ലാതെ ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റഫർ എന്ന് പറയുന്നത്. ഇനി സിമിലി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. ആസ് അല്ലെങ്കിൽ ലൈക്ക് വെച്ചിട്ട് ഇന്നതുപോലെ, അതുപോലെ എന്നൊക്കെ പറഞ്ഞ് ആസ് അല്ലെങ്കിൽ ലൈക്ക് വെച്ചിട്ട് ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. മെറ്റഫറിൽ കൂടുതൽ നമുക്ക് മനസ്സിലാകും ഡയറക്റ്റ് കമ്പാരിസൺ ആണ് വരും. ഡയറക്റ്റ് കമ്പാരിസൺ വരുമ്പോൾ ഉറപ്പാക്കുക അത് മെറ്റഫർ ആണ്. ഇനിയിപ്പോൾ അവിടെ ആസ് ദിസ് പേഴ്സൺ അല്ല ആസ് ദിസ് പെർട്ടിക്കുലർ ബേർഡ് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാവും സിമിലി ആണെന്ന് മനസ്സിലാവും നമുക്ക്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് അലിട്രേഷൻ ആണ്.
ഓക്കെ. അലിട്രേഷൻ എന്ന് പറയുന്നത് റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഓക്കെ, കോൺസണന്റ് സൗണ്ട്സ് ഏതാണെന്ന് മക്കൾക്കറിയാം. നമ്മുടെ ABCD ആ ഒരു ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ AEIOU വവൽ സൗണ്ട്സ് വരുന്ന ബാക്കി എല്ലാ സൗണ്ട്സും ബാക്കി എല്ലാ ലെറ്റേഴ്സും എന്താണ് കോൺസണന്റ് സൗണ്ട്സ് ആർ ലെറ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ റെപ്പിറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അലിട്രേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കോൺസണന്റ് സൗണ്ട്സ് പർട്ടിക്കുലർ ലൈനിൽ വരുന്ന വേർഡുകളുടെ ബിഗിനിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ വേണം ഈ കോൺസണന്റ് സൗണ്ട്സ് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അലിട്രേഷൻ എടുക്കുന്ന ഉദാഹരണം, അലിട്രേഷൻ നമുക്ക് ജസ്റ്റ് കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് എപ്പോഴും എവിടെയായിരിക്കണം, ആ പർട്ടിക്കുലർ ലൈനിൽ അടുത്ത് വരുന്ന വേർഡ്സിന്റെ ബിഗിനിങ്ങിൽ വേണം വരാനായിട്ട്. ഇനി അസോണൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അസോണൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ്. ഓക്കെ, അലിട്രേഷൻ എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ടിന്റെ റെപ്പിറ്റേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അസോണൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വവൽ സൗണ്ട്സിന്റെ AEIOU ആ ഒരു സൗണ്ടിന്റെ റെപ്പിറ്റേഷൻ ആണ്. ഇത് പക്ഷെ നമ്മുടെ അസോണൻസിന് അത്ര നിർബന്ധിക്കാറില്ല, അല്ല നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. ബിഗിനിങ്ങിൽ തന്നെ വേണം, ആദ്യം തന്നെ വരണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആ പർട്ടിക്കുലർ ലൈനിൽ റിപ്പീറ്റ് ആയിട്ട് എവിടെ വേണം, ഒരു വേർഡിന്റെ ബിഗിനിങ്ങിലോ മിഡിലോ എൻഡിങ്ങിലോ എവിടെ വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഈ അസോണൻസ് എന്ന് പറയുന്നത് അത് എവിടെ റിപ്പീറ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ ലൈനിൽ തന്നെ അത് റിപ്പീറ്റഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അസോണൻസും അലിട്രേഷനും മാറിപ്പോകരുത്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ട്സിന്റെ റിപ്പറ്റേഷനും അസോണൻസ് എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ട്സിന്റെ റിപ്പറ്റേഷനുമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ മെറ്റഫറും സിമിലിയും. മെറ്റഫർ എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് കമ്പാരിസൺ ആണ്, ഒന്നിനെ മറ്റൊന്നുമായിട്ട് നേരിട്ട് കമ്പയർ ചെയ്യുന്നു. സിമിലി എന്ന് പറയുമ്പോൾ ആസ് അല്ലെങ്കിൽ ലൈക്ക് വെച്ചിട്ട് ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിമിലിയും മെറ്റഫറും അസോണൻസും അലിട്രേഷനും ഇത് രണ്ടും ഇനി മാറിപ്പോവരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ റൈറ്റിംഗ് സെക്ഷൻ നമ്മളുടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. Okay, so now let's move on to the grammar portion. Okay, we have a grammar portion left. One of the important portion ആണ് grammar അല്ലേ. So now let's see. Okay, so first നമ്മൾ പഠിക്കുന്നത് question tag ആണ്. Okay, so question tag ആണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. So next slide. Okay, so question tag എന്ന് പറയുമ്പോൾ it is the shortest form of a question. ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം ആയിട്ട് നമ്മൾ എഴുതുമ്പോഴാണ് അവിടെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ ടീച്ചർ? അതെ അതെ അതെ. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതൊന്ന് കൺഫേം ആക്കുന്നതിന് വേണ്ടി നമ്മൾ ആണോ അല്ലേ എന്ന് ചോദിക്കുന്ന അങ്ങനെയൊക്കെ ചോദിക്കില്ല നമ്മൾ അല്ലേ? ഓക്കെ ഫൈൻ. സോ നൗ ദ നെക്സ്റ്റ് വൺ സർ. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്നാണ്. കാരണം ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ തയ്യാറാക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഹെൽപ്പിംഗ് വെർബ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ് എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. ഈസ്, ആം, ആർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡിഡ്, ഡസ്, വാസ്, വർ, ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, will, would, may, might, must. So these all are the commonly used auxiliary verbs or helping verbs in English. നമ്മൾ സാധാരണ കണ്ടു കാണുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇതിൽ ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെടുത്ത് എഴുതാം, ആദ്യം തന്നെ ഈ ഹെൽപ്പിംഗ് വെർബ് വേണം എടുത്തെഴുതാനായിട്ട്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. സാധാരണ നമുക്ക് നോട്ട് തന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ്സ് അവിടെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് സെന്റൻസിന്റെ സ്റ്റേറ്റ്മെന്റ് അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ചില സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും, അതായത് അതിന് നോട്ട് ഉണ്ടാവില്ല, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കും. പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് അത് എപ്പോഴും നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ആ ഒരു റൂള് നമ്മൾ മറന്നു പോയത്. പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് നെഗറ്റീവും നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് പോസിറ്റീവും ആയിരിക്കും. കുറെ കുട്ടികളൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ടീച്ചറെ ടാഗുകളൊക്കെ. യെസ്, ഐ വാസ് വാച്ചിങ് ദ കമന്റ്സ്. അപ്പൊ കാണാൻ പറ്റുന്നുണ്ട് ഡയലോഗ് ഇത്ര നേരം മലയാളത്തിലേക്ക് ആയിരുന്നു, അത് നേരെ ഇംഗ്ലീഷിലോട്ട് ആയിട്ടുണ്ട്. വെരി ഹാപ്പി ടു സീ ദിസ്. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ ഓക്സിലറി വെർബ്സിന്റെ കൂടെയും നോട്ട് ചേർന്ന് വരുമ്പോഴുള്ള അതിന്റെ ഒരു ഫോംസ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കി വെക്കുക. ദെൻ നെഗറ്റീവ് വേർഡ്സ് നൗബഡി, നത്തിങ്, നെവർ, നൺ, നോട്ട് ആണ് നമ്മൾ നെഗറ്റീവ് വേർഡ്സ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്ന് വരുമ്പോൾ ആ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ആ നെഗറ്റീവ് വേർഡ് ഏതാണെന്നല്ലേ. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഇനി നമുക്ക് ആമിന്റെയും ആറിന്റെയും പ്രയോഗമാണ്. അതായത് ചില സെന്റൻസ് ഐ ആം എ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, പക്ഷെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ആം ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ആമിൻ്റെ ഐ എന്ന് ചോദിക്കില്ല. ആമിന്റെ കൂടെ നമ്മൾ ഒരിക്കലും നോട്ട് ചേർക്കില്ല.
ആം ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് അതെപ്പോഴും ആറിൻഡ് ഐ ആയിരിക്കും. ഓക്കെ, ആം ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ്, നോട്ടില്ലാത്ത സെന്റൻസിന്റെ ടാഗ് അതെപ്പോഴും ആറിൻഡ് ആയിരിക്കും. അതേപോലെ തന്നെ ആം ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്ന നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് അതെപ്പോഴും ആം ഐ എന്നുമായിരിക്കും. ഓക്കെ, അപ്പൊ ആമിന്റെ കൂടെ നമ്മൾ ഒരിക്കലും നോട്ട് ചേർക്കില്ല. ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ സെന്റൻസിന് നമ്മൾ ടാഗ് കൊടുക്കേണ്ടത് ആറിൻഡ് എന്തായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഹി ഈസ് എ ഡെന്റിസ്റ്റ്. ആദ്യത്തെ ഫസ്റ്റ് സെന്റൻസ് ജസ്റ്റ് ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. ഹി ഈസ് എ ഡെന്റിസ്റ്റ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് യൂഷ്വലി കാണാൻ സാധിക്കുന്നതും കോൺവെർസേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. ആ കോൺവെർസേഷനിലാണ് ഓൾമോസ്റ്റ് നമ്മൾ പഠിക്കുന്ന എല്ലാ ഗ്രാമറും ചോദിച്ച് കാണുന്നത് അല്ലേ. അപ്പൊ അതിൽ മിക്കപ്പോഴും ഫസ്റ്റ് ഡയലോഗ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് വെച്ചിട്ടായിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെയായിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരാം. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, അതിനുശേഷം ഒരു കോമ, then hyphen, then question mark. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കോമ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തന്നെ നമ്മൾ അവിടെ അത് കംപ്ലീറ്റ് ആക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ആണ്. സോ ഹിയർ ഇൻ ദിസ് സെന്റൻസ് ഹി ഈസ് എ ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ ഈസ് ആണ് ഹെൽപ്പിംഗ് വെർബ്. ആ ഈസ് എടുത്ത് ആദ്യം എഴുതുക. കോമയ്ക്ക് ശേഷം ആ ഹെൽപ്പിംഗ് വെർബ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് എടുത്ത് എഴുതാം. ദെൻ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഹി ഈസ് എ ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്, അതിനകത്ത് വേറെ നോട്ടോ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. സോ ദ ഗിവൺ സെന്റൻസ് ഇസ് പോസിറ്റീവ്. അപ്പൊ എന്ത് ചെയ്യുക, ഈസിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും എന്നല്ലേ. അപ്പോൾ ഈസിന്റെ കൂടെ എന്ത് ചേർക്കാം, നോട്ട് ചേർക്കുക. ദെൻ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രൊനൗൺ എന്താണെന്ന് നോക്കാം, ആ പ്രൊനൗൺ എടുത്ത് എഴുതാം. അപ്പൊ ആൻസർ എന്ത് വരും? കറക്റ്റ് ആയിട്ട് വരുന്ന ടീച്ചർ? സൂപ്പർ, വെരി നൈസ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ആൻസർ പറഞ്ഞു. വെരി ഗുഡ്, ആറിൻഡ് ദേ വന്നിട്ടുണ്ട്. വെരി നൈസ്. യെസ്, Teja. Okay, aren't they? Okay. Then next, she has written a letter. She has written a letter. She has written a letter. Answer for it. Vegam. She has written a letter. She has written a letter. Yes, hasn't she? Great. Okay. Next, we weren't playing tennis. Weren't. Okay. We were not playing tennis. എന്തായിരിക്കും അവിടെ വരാ? We were not playing tennis. Okay, okay, very nice. Okay, super. Okay, Brinda Vanatenda, were we? Okay, 82007, were we? Okay, Makle, super. And then last one, they are not working together. They are not working together. Are they? Okay, very nice. 82007. And Samrida. Okay, very nice, very good. Okay, super മക്കളെ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എൻ്റെ മക്കൾക്ക് ഓക്കെ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ്, ഡു ഡിഡ് ഡസ്. അതായത് ഇപ്പം നമ്മൾ കണ്ട സെന്റൻസിൽ നമുക്ക് എന്തുണ്ടായിരുന്നു, ഹെൽപ്പിംഗ് വെർബ് കറക്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസിലാണെങ്കിൽ ഈസ് ഉണ്ട്, സെക്കൻഡ് സെന്റൻസിലാണെങ്കിൽ ആർ, ഹാസ്, വർ, ആർ. അങ്ങനെ തന്നിരിക്കുന്ന എല്ലാ സെന്റൻസിലും ഓൾമോസ്റ്റ് അവർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹെൽപ്പിംഗ് വെർബ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ചില സിറ്റുവേഷനിൽ ചില കണ്ടീഷൻ നമുക്ക് എഴുതുമ്പോൾ എന്തായിരിക്കും, മെയിൻ വെർബ് മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക, അവിടെ നമുക്ക് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. അങ്ങനെ ഹെൽപ്പിംഗ് വെർബ് വരാത്ത സിറ്റുവേഷനിൽ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു ഡിഡ് ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡു ആണോ ഡിഡ് ആണോ ഡസ് ആണോ എന്ന് എങ്ങനെ അറിയും? അവിടെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മെയിൻ വെർബാണ്. ഓക്സിലറി വെർബ് തരാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യുക, തന്നിരിക്കുന്ന സെന്റൻസിൽ മെയിൻ വെർബ് ഐഡന്റിഫൈ ചെയ്യുക. മെയിൻ വെർബ് V1 ഫോം ആണ്, അതല്ല പ്രസന്റ് ഫോം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഹെൽപ്പിംഗ് വെർബ് ഡു ആണ്. ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കേണ്ടത് ഡു വെച്ചിട്ടാവണം. ഇനി വെർബിന്റെ V2 ഫോം, അതായത് പാസ്റ്റ് ഫോം ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡിഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ദെൻ വെർബിന്റെ എസ് ഫോം ആണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് നമുക്ക് തരുന്ന സെന്റൻസിലെ മെയിൻ വെർബ് അതിന്റെ എസ് ഫോമിലാണ് വന്നിരിക്കുന്നതെങ്കിൽ we want to use does. അടുത്ത സ്ലൈഡ് വന്നിട്ട് സാറേ. നെക്സ്റ്റ് ഇഫ് ക്ലോസ് ആണ്. ഓക്കെ, സോ ഇഫ് ക്ലോസിൽ എന്ന് പറയുമ്പോൾ സെന്റൻസ് ഇസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്ട് അല്ലെ ടീച്ചറെ? സോ അതായത് ഫസ്റ്റത്തെ ഇഫ് കൂടിയുള്ള ഒരു സെന്റൻസ് ആയിരിക്കും ഇഫ് ക്ലോസ് സെന്റൻസ്. അതുപോലെ ബാക്കി കിടക്കുന്ന സെന്റൻസ് അതിന്റെ മെയിൻ ക്ലോസ് സെന്റൻസുകളായിരിക്കും. ഓക്കെ, സോ സെന്റൻസിനെ നമ്മൾ രണ്ടാക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഇസ് ഇഫ് ക്ലോസ്, ഇഫ് കൂടി കിടക്കുന്ന സെന്റൻസിന് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയും. ആൻഡ് ദ റെസ്റ്റ് ഇസ് ദ മെയിൻ ക്ലോസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. അപ്പോൾ റൂൾസ് ആണ്, കണ്ടീഷൻസ് ആണ്. ഓക്കെ മാം, പ്രധാനമായിട്ടും 3 കണ്ടീഷൻസ് ആണ് ഈ ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആണെങ്കിൽ, ആയിരുന്നെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ കണ്ടീഷൻസ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഈഫ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈഫ് ക്ലോസ് നമുക്ക് ഇതും നമ്മൾ കാണുന്നത്
കോൺവെർസേഷൻ തന്നെയാണ് കേട്ടോ. കോൺവെർസേഷനിൽ വരുന്ന ഒരു ഗ്രാമർ സെക്ഷനും കൂടിയാണ്, ഒരു മാർക്കിന്റെ ചോദ്യമായിട്ട് വരുന്ന ഒരു ഗ്രാമർ പാർട്ടാണ് ഇഫ് ക്ലോസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിന്റെ തന്നെ 3 കണ്ടീഷൻ ഉണ്ടാവും. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ആൻഡ് തേർഡ് കണ്ടീഷൻ. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നേരത്തെ പാർവതി മിസ് പറഞ്ഞതുപോലെ തരുന്ന സെന്റൻസിൽ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈഫ് ചേർത്ത് വരുന്ന പാർട്ട് ഓഫ് സെന്റൻസിന് ഈഫ് ക്ലോസ് സെന്റൻസ് എന്നും ഈഫ് ഇല്ലാതെ, അതായത് ഈഫ് ക്ലോസ് സെന്റൻസ് അതൊരിക്കലും മീനിങ് ഫുൾ ആയിരിക്കില്ല. ആ മീനിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്നും പറയുന്നത്. അപ്പൊ ഈ 2 സെന്റൻസ് നമ്മൾ എഴുതുന്നത് 2 ഡിഫറെന്റ് രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഈഫ് ചേർത്ത് വരുന്ന ഫസ്റ്റ് കണ്ടീഷനിൽ ഈഫിന്റെ കൂടെ, ഈഫ് ക്ലോസിന്റെ കൂടെ നമ്മൾ എഴുതുന്ന സെന്റൻസ് അത് എപ്പോഴും എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം വരാനായിട്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്, അതായത് വെർബിന്റെ V1 ഫോം ആയിരിക്കണം നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? ഈഫ് ക്ലോസിന്റെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഇനി മെയിൻ ക്ലോസ് നമ്മൾ കൊടുക്കുന്നത് വിൽ പ്ലസ് V1ലായിരിക്കണം. അതായത് മെയിൻ ക്ലോസിൽ നമ്മൾ വെർബ് എഴുതുമ്പോൾ മെയിൻ വെർബിന്റെ തൊട്ട് മുൻപായിട്ട് എന്ത് യൂസ് ചെയ്യണം? വില്ല് യൂസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈഫ് ക്ലോസിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്ലൂവും കൂടിയാണ്. ഈഫ് ക്ലോസിന്റെ കൂടെ ചേർന്ന് വരുന്ന വെർബിന്റെ ഫോം അത് V1ഉം മെയിൻ ക്ലോസിൽ വരുന്ന വെർബിന്റെ ഫോം അത് വിൽ പ്ലസ് V1ഉം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈഫ് ക്ലോസിന്റെ കൂടെ വരുന്നത് നമ്മൾ കണ്ടു. ഫസ്റ്റ് ക്ലോസിൽ ഈഫ് ക്ലോസിന്റെ കൂടെ ഫസ്റ്റ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിന്റെ V1 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെക്കൻഡ് കണ്ടീഷനിലോട്ട് വരുമ്പോൾ ഈഫ് ക്ലോസിന്റെ കൂടെ ചേർക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്, അതായത് ഈഫ് ക്ലോസിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന വെർബിന്റെ ഫോം അതെപ്പോഴും V2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ മെയിൻ ക്ലോസിൽ വരുന്ന മാറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലോസിൽ വിൽ ആയിരുന്നെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ മെയിൻ ക്ലോസിൽ വില്ല് യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് കണ്ടീഷനിലോട്ട് വരുമ്പോൾ വില്ല് മാറിയിട്ട് അവിടെ എന്താകും? വുഡ് ആകും. അവിടെ വെർബിന്റെ ഫോമിന് മാറ്റം വരുന്നില്ല. will changed into would. Okay, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഈഫ് ക്ലോസിന്റെ കൂടെ V1 ആണെങ്കിൽ സെക്കൻഡ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിന്റെ കൂടെ ചേർക്കുന്നത് V2ഉം മെയിൻ ക്ലോസിൽ ചേർക്കുന്നത് would plus V1ഉം ആയിരിക്കണം. ഓക്കെ ആണല്ലോ. then we are moving to the third condition. തേർഡ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിന്റെ കൂടെ ചേർക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അതായത് സബ്ജക്ട് പ്ലസ് ഹാർഡ് പ്ലസ് V3. അതായത് ഈഫ് ക്ലോസിന്റെ കൂടെ ഉപയോഗിക്കേണ്ട വെർബിന്റെ ഫോം അതെപ്പോഴും ഹാർഡ് പ്ലസ് V3. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിന്റെ കൂടെ V1, സെക്കൻഡ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിന്റെ കൂടെ V2, തേർഡ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിന്റെ കൂടെ ഹാർഡ് പ്ലസ് V3. ഓക്കെ, അപ്പൊ ഈഫ് ക്ലോസിന്റെ ഈ 3 ഫോംസും മറക്കാതെ വെക്കുക. ഫസ്റ്റ് കണ്ടീഷൻ ഈഫ് പ്ലസ് V1, സെക്കൻഡ് കണ്ടീഷൻ ഈഫ് പ്ലസ് V2, തേർഡ് കണ്ടീഷൻ ഈഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ തേർഡ് കണ്ടീഷനിൽ മെയിൻ ക്ലോസ് വരുന്നത് വുഡ് ഹാവ് V3 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഒന്നുകൂടി പറയുന്നത് മെയിൻ ക്ലോസ് വിൽ പ്ലസ് V1, സെക്കൻഡ് കണ്ടീഷനിൽ മെയിൻ ക്ലോസ് വുഡ് പ്ലസ് V1, തേർഡ് കണ്ടീഷനിൽ മെയിൻ ക്ലോസ് വരുന്നത് വുഡ് ഹാവ് V3 ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് കണ്ടീഷന്റെ ഒരു പ്രത്യേകത ഈഫ് ക്ലോസിന്റെ കൂടെയും മെയിൻ ക്ലോസിന്റെ കൂടെയും നമ്മൾ കൊടുക്കുന്ന വെർബിന്റെ ഫോം അത് എപ്പോഴും എന്തായിരിക്കണം? V3 ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഹാഡ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നു. ഓക്കെ, കണ്ടീഷൻസിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ ടീച്ചർ ഓക്സിലറി വെർബ്സിന്റെ കൂടെ എപ്പോഴും V1 ഫോം ആയിരിക്കും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്സിലറി വെർബ് അല്ല ഇവിടെ വരുന്ന ഹാസ് ഇല്ല, വില്ലിന്റെ കൂടെ അത് മോഡൽ ഓക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ എപ്പോഴും V1 മാത്രമായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സസൈസും കൂടി നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് യു ടേക്ക് സം മെഡിസിൻസ് യു വിൽ ഫീൽ ബെറ്റർ. You take V1 ആണ്. If you go out now you will get wet in the rain. Okay, ഇത് രണ്ടും ഫസ്റ്റ് കണ്ടീഷനിലാണ്. അങ്ങനെയാണെങ്കിൽ if ക്ലോസ് നമുക്ക് തന്നിട്ടില്ല, മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്, you will pass the exam. അപ്പോൾ മെയിൻ ക്ലോസ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യുക കണ്ടീഷൻ ഏതാണെന്ന്. നോക്കി, will plus pass അല്ലേ? അപ്പോൾ അതായത് will plus V1 ആണെങ്കിൽ അവിടെ ഏതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്? if you എക്സാമിന് ജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? if you work hard. If you work hard, okay, very good. If you work hard, if you study well എന്ന് എഴുതിയാലും okay, great. Okay, if you work hard, okay, then very good. സെക്കൻഡ് നമുക്ക് ഇവിടെ if clause തന്നിട്ടുണ്ട്. Okay, നമുക്ക് മെയിൻ ക്ലോസ് വന്നിട്ടില്ല. if you play well എന്തായിരിക്കും മെയിൻ ക്ലോസ് വരിക?
അവിടെ ഈഫ് ക്ലോസിന്റെ കൂടെ വെർബിന്റെ ഫോം V1 ആണ് വന്നിരിക്കുന്നത്. യെസ്, വി വിൽ വിൻ ദ കപ്പ്. ഓക്കെ, വി വിൽ വിൻ ദ ഗെയിം, വി വിൽ വിൻ ദ കപ്പ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ആൻസർ വന്നിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്റെ മക്കൾക്ക് ഓക്കെ കാണുന്നു കരുതുന്നു. യെസ്, ഓക്കെ ഓക്കെ. Then we are moving to the second. സെയിം തന്നെ, if you studied well. ഇവിടെ ഈഫ് ക്ലോസിന്റെ കൂടെ studied ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസ് എന്ത് വരണം? മെയിൻ ക്ലോസ് എന്ത് വരണം? if you had studied well, sorry, if you studied well എന്ത് വരും? യെസ്, യു വുഡ് പാസ് ദ എക്സാം എന്ന് വരും. ഓക്കെ, യു വുഡ് പാസ് ദ എക്സാം. അതേപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷനിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്. ഈഫ് ക്ലോസ് എഴുതാനാണ്. നോക്കി, യു വുഡ് വിൻ ദ ഗെയിം. യു വുഡ് വിൻ ദ ഗെയിം എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈഫ് ക്ലോസിന്റെ കൂടെ വരേണ്ടത് ഇഫ് യു, കം ഓൺ, യെസ് വരട്ടെ, ഇഫ് യു V2 ഫോം വേണം അല്ലേ? V2 ഫോം വേണം. അപ്പൊ എന്ത് വരും? ഇഫ് യു played well. Okay, very good. If you played well, Tushara, superb. If you played well, you would win the game. Okay, very good. Then we are moving to the third condition. Okay, third condition la if you namukku if clause thannitte main clause thannitte you would have passed the exam. You would have passed the exam. അങ്ങനെയാണെങ്കിൽ നമ്മുടെ if clause എന്തായിരിക്കും വരാ? if you ആദ്യത്തേത് നമ്മൾ പറഞ്ഞു if you study well, രണ്ടാമത്തേത് if you studied well പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തേർഡ് കണ്ടീഷൻ വരുമ്പോൾ if you had studied. Okay, very good. If you had studied well. Okay, super. Okay, next, if you had studied played well. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത് if you had played well ആണ്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസ് എന്ത് വരണം? അതെ, മെയിൻ ക്ലോസ് എന്ത് വരണം? if you had played well, if you had played well, yes, okay, you would have won the game. Win എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ദാറ്റ് ഈസ് വൺ ആയിരിക്കും. അപ്പോ കറക്റ്റ് ആയിട്ട് അത് നമ്മൾ V1 V2 V3 നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കണ്ടീഷൻ ഈഫ് ക്ലോസ് മക്കൾക്ക് എല്ലാവർക്കും എന്താണ് അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, സഫിക്സ് ആൻഡ് പ്രിഫിക്സ് ചോദിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ. ഓക്കെ, നമുക്ക് നോക്കാം, ലാസ്റ്റിൽ നോക്കാം. ഓക്കെ, ഫൈൻ. ദെൻ ഹാഡ് ബെറ്റർ എന്താ പറയാ, നമ്മുടെ കോൺവെർസേഷനിൽ ചോദിച്ച് കാണുന്ന മറ്റൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഹാഡ് ബെറ്റർ. സാധാരണ നമ്മളൊരു അഡ്വൈസ് കൊടുക്കാനും അതുപോലെ തന്നെ സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഹാഡ് ബെറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും വെർബിന്റെ V1 ഫോം ആയിരിക്കണം. ഓക്കെ, വെർബിന്റെ V1 ഫോം ആയിരിക്കണം എപ്പോഴും നമ്മൾ ഹാഡ് ബെറ്ററിന് ശേഷം കൊടുക്കേണ്ടത്. അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. അടുത്ത സ്ലൈഡ് ഇട്ടോ സാറേ. ഓക്കെ, യു ഹാഡ് ബെറ്റർ വാഷ് യുവർ ക്ലോത്ത്, യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ, യു ഹാഡ് ബെറ്റർ ഡ്രൈവ് കെയർഫുള്ളി, യു ഹാഡ് ബെറ്റർ റൈറ്റ് നീറ്റ്ലി, യു ഹാഡ് ബെറ്റർ ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ, അപ്പോൾ ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് വെർബിന്റെ V1 ഫോം ആയിരിക്കണം. ഒരിക്കലും അവിടെ നാം റൂൾ 1 റൂൾ 2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. യു വാണ്ട് ടു യൂസ് ജസ്റ്റ് വെർബ് ജസ്റ്റ് ആഫ്റ്റർ ദ ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? V1 ഫോം ഓഫ് വെർബാണ് കൊടുക്കേണ്ടത്. ദെൻ റൂൾ 2 എന്ന് പറയുന്നത് വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം, അതായത് V1 ഫോം ആയിരിക്കണം കൊടുക്കേണ്ടത്. ആൻഡ് നെവർ യൂസ് ടു അലോങ് വിത്ത് ദ വെർബ്. വെർബിന് ഒരു മോഡിഫൈ അലങ്കാര പണി ആയിക്കോട്ടെ എന്ന് കേട്ട് ടു ചേർക്കുന്നവരുണ്ട്. സോ ഡോണ്ട് യൂസ് ടു അലോങ് വിത്ത് ദ വെർബ്, ബിക്കോസ് അത് തെറ്റാണ്. വെർബിന്റെ കൂടെ ടു ചേർത്താൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഹാർഡ് ബെറ്ററിന്റെ കൂടെ നമ്മൾ ടു ചേർക്കരുത്. ഓക്കെ, ഇനി പിന്നെ എന്താണ് നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് വേഗം സാറേ. ഓക്കെ, WH ക്വസ്റ്റ്യൻസ് ആണ്. അത് പ്ലസ് ഓക്സിലറി സബ്ജക്ട് പ്ലസ് വെർബ് ആണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. WH ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഫോർമാറ്റ് ആണത്. ഇപ്പൊ കുറച്ച് WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കൃത്യമായിട്ട് ഏത് ഇതിലാണ് ഏത് ഒരു പാർട്ടിലാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള സ്ലൈഡാണ് നെക്സ്റ്റ് സ്ലൈഡ്. സർ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാം. ഓക്കെ, സോ വാട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് മാറ്ററിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചോയ്സ് എന്ന് പറയാനാണ് യൂസ് ചെയ്യുന്നത്. വെൻ ടൈമിന് വേണ്ടി, അതുപോലെ വൈ റീസണിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. വേറെ പ്ലേസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹു പേഴ്സണിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹൗ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോസസ് എന്ന് പറ്റിയാണ്. ഇപ്പൊ ഹൗ വാസ് ദി എക്സാം, അതൊരു പ്രോസസ് ആണല്ലേ. സോ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൗ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക്. ഓക്കെ, ഫ്രേസൽ വെർബിന് മൂവ്മെന്റ് സാറേ. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നോക്കാം, നമുക്ക് തൊട്ട് താഴെ തരുന്ന ഡയലോഗ്, അത് ആ ഡയലോഗ് എന്താണോ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ WH ക്വസ്റ്റ്യൻസ് കൊടുക്കാനായിട്ട്. പിന്നെ നേരത്തെ നമ്മുടെ മക്കൾ ചോദിച്ച പോലെ പ്രിഫിക്സും സഫിക്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ്? നമുക്ക് ഒരു വേർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ എന്താണ് V2 ഫോം പ്ലേഡ് ആണ്. അപ്പൊ പ്ലേഡ് ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന എന്താണ് ED അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വേർഡിന്റെ എൻഡിങ്ങിൽ നമ്മൾ ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നതിനെ
സഫിക്സ് എന്നും. ഇപ്പൊ ഒരു വേർഡിന്റെ ബിഗിനിങ് ഹാപ്പി ഓപ്പോസിറ്റ് അൺഹാപ്പി ആണ്. അപ്പൊ ഹാപ്പി എന്ന് പറയുന്ന വേർഡിനെ ഓപ്പോസിറ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്ത 2 ലെറ്റർ ആണ് NUN അൺ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് മുൻപില് പ്രീഫിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേർഡിന്റെ മുൻപിലെ ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നത്. സഫിക്സ് എന്ന് പറയുന്നത് വേർഡിന്റെ ശേഷം ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരുവിധം ഇവർക്ക് ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഗ്രാമർ ഓവറോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ മക്കളെ, നമ്മുടെ നാളത്തെ ഇംഗ്ലീഷ് എക്സാം അടിച്ചു പൊളിച്ച് എന്താ പറയാ, നമ്മൾ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്ത എല്ലാ ഗ്രാമർ പാർട്ടും അടിപൊളിയായിട്ട് മനസ്സിലായിട്ട് കാണുമെന്ന് കരുതുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ റൈറ്റിംഗ് സെക്ഷൻസും ഗ്രാമർ സെക്ഷൻസും നല്ലതുപോലെ പഠിച്ചിട്ട് വേണം നാളത്തെ നമ്മുടെ എക്സാമിന് എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഒരു ജിസ്റ്റ് അല്ല ഒരു സമ്മറി പഠിച്ചിട്ട് പോവാ. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും സൂപ്പർ ആയിട്ട് തകർത്ത് എഴുതാൻ പറ്റണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സൂപ്പർ ആയിട്ട് എക്സാം എഴുതുക ആൻഡ് ഡോണ്ട് പാനിക്. എക്സാം നല്ല സൂപ്പർ ആക്കി എഴുതിയിട്ട് വരാം. ഓക്കെ, ആൻഡ് താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാപ്പി ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ടു എവരിവൺ. ഓക്കെ ഗൈസ്, താങ്ക് യു.